വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ നാളുകളായിട്ട് ഞാൻ സജി പാസ്റ്ററിൽ കൂടെയുള്ള മെസ്സേജുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവവചനത്തിനുള്ള പരിജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ വ്യക്തിപരമായിട്ട് കാണുന്നില്ലെങ്കിൽ തന്നെയും ഞാൻ മെസ്സേജുകളുടെ ആഴങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളെല്ലാം തന്നെ ഒരു ഉന്നത നിലവാരം, പെന്തിക്കോസ്ത് ഗോളത്തിൽ ഒരു ഉയർന്ന നിലവാരം പുലർത്താൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റർ 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ആഴത്തിലുള്ള ചിലൊരു വിഷയങ്ങൾ സംസാരിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം, വളരെ പ്രാർത്ഥനയോടും കൂടെ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ മെസ്സേജുകളെല്ലാം മിക്കവാറും ഒരു പ്രസൻറ്റേഷനോട് കൂടിയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ആ പ്രസൻറ്റേഷനുമായിട്ട് മുന്നേറുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് വിവരണങ്ങളിൽ കൂടെ നാം കടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ മെയിൻ ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നത് ക്രിസ്തുവും വിശ്വാസികളുമായിട്ടുള്ള ബന്ധം, ദ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ബിലീവേഴ്സ് എന്ന സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചോദ്യം നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്. ഒരു 10 പേര് എനിക്ക് ആൻസർ തരണം. ആരെങ്കിലും 10 പേര് ഒരു ആൻസർ തരണം. ക്വസ്റ്റ്യൻ ഇതാണ്: ദൈവം മനുഷ്യന്റെ പാപം ക്ഷമിക്കുന്നുവോ ഇല്ലയോ? ക്ഷമിക്കുന്നുവെങ്കിൽ എങ്ങനെ? ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? ഈ 2 ചോദ്യത്തിന് ഒരു ഉത്തരം തന്നിട്ട് വേണം നമുക്ക് ഈ സബ്ജക്റ്റിലേക്ക്. കാരണം ഇന്ന് പെന്തിക്കോസ്ത് ഗോളത്തിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻഡത്തിൽ തന്നെ അനേകർക്ക് ഒരു മിഥ്യാധാരണയാണ് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ദൈവം ക്ഷമിക്കുന്നുള്ളത്. ഇത്തരം ഒരു മിഥ്യാധാരണ എവിടെ നിന്ന് കടന്നു വന്നു? ഇപ്പൊ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ അനേക സംശയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. വചനങ്ങൾ ഇങ്ങനെ പടപടപെടാതെ 100 കണക്കിന് വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടാകും. യേശു ക്രിസ്തുവിന്റെ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യങ്ങൾ, പഴയ നിയമത്തിൽ നിന്നൊക്കെയും ഞാൻ തന്നെ പറയാം, നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു 10 പേര് എനിക്കൊരു ഉത്തരം തരണം. ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? ക്ഷമിക്കുന്നുവെങ്കിൽ അത് എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? യെസ്, സ്റ്റാർട്ട് ചെയ്യാം. താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നീതിമാനായ ദൈവമാകൊണ്ട് ദൈവം ഒരിക്കലും പാപം ക്ഷമിക്കുന്നില്ല. ഓക്കെ. ദൈവം പാപം ക്ഷമിക്കുന്നില്ല. പാപത്തോട് ദൈവത്തിന് വെറുപ്പാണ്. പാപം ക്ഷമിക്കുമായിരുന്നെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു യാഗമാകേണ്ടിയിരുന്നില്ല. ഇപ്പോൾ നമ്മളിൽ പാപപ്രവൃത്തികളാണ്. ഓക്കെ, 10 പേരില് 9 ആൻസറും റോങ് ആണ്. നിങ്ങൾ ഈ പറയണ്ട, ഇനി മൈക്രോഫോൺ ഓഫ് ചെയ്ത് വെച്ചോളൂ. ഒരാൾ തന്നെ ഒരു 75% ആൻസർ കറക്റ്റ് ചെയ്തു. ഇത് ഏകദേശം ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങളുടെ ജ്ഞാനവും അറിവിനെ ചോദ്യം ചെയ്തതല്ല, പെന്തിക്കോസ്ത് ഗോളത്തിന്റെ ഒരു മാതൃക എടുക്കാനായിരുന്നു. നമ്മളെല്ലാവരും വചനം പഠിക്കുന്നു, ദേവദാസന്മാർ വളരെ ആഴത്തിൽ അധ്വാനിക്കുന്നു. ഇപ്പോൾ ബേസിക്കലി പറഞ്ഞ ഈ 9 പേരുടെയും ബേസിക് നോളജിൽ പറഞ്ഞത് ദൈവത്തോട് നാം പാപം ഏറ്റു പറയുന്നെങ്കിൽ ദൈവം നമ്മൾ ക്ഷമിക്കുന്നു. 2 പേര് അതിനകത്തുനിന്ന് യേശുവിന്റെ രക്തത്താലുള്ള ക്ഷമയും കൂടെ പറഞ്ഞു. ഓക്കെ, ഒരാള് 75% ഞാൻ പറഞ്ഞത് ദൈവം പാപം ക്ഷമിക്കുന്നില്ല, ആ പാപം എന്ന വ്യക്തിത്വം ശക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പുത്രന് യാഗമാവേണ്ട ആവശ്യമില്ലായിരുന്നു പറഞ്ഞു. ഓക്കെ, അപ്പോഴും പൂർണ്ണതയിൽ വന്നിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ അറിവിനെ ശോധന ചെയ്താനല്ല, നമ്മളൊന്ന് പുതിയ പാഠത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വളരെ ലളിതമായതും എന്നാൽ വളരെ ശക്തമായ ഒരു ഉപദേശത്തെ സ്ഥാപിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ കൃപയാല് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് അത് ശരിയാണെന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഉപദേശ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ. ഓക്കെ, ഇപ്പോൾ പാപം ക്ഷമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാനിവിടെ കുറച്ച് വചനങ്ങൾ നമ്പർ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ശേഷം ഈ പ്രസന്റേഷന് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഞാൻ പാസ്റ്ററിന് അയച്ചു കൊടുത്തിട്ട് അത് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വചനങ്ങളൊക്കെ കോട്ട് ചെയ്യാം. 103-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മുടെ അകൃത്യങ്ങളൊക്കെ ക്ഷമിക്കുന്നു. പുതിയ നിയമത്തിൽ എടുക്കുകയാണെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരും ദേവദാസൻ ഒരാൾ പറഞ്ഞതുപോലെ അവന്റെ രക്തത്തിൽ നമുക്ക് പാപമോചനമുണ്ട്.
1 യോഹന്നാൻ 1:9 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. അങ്ങനെ താഴോട്ടെല്ലാം വരുമ്പോൾ എല്ലായിടത്തും ഒരു 10-25 ഞാൻ എടുത്തിട്ടുള്ളൂ, 100 കണക്കിന് പാപം ക്ഷമിക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. എന്നാൽ എഫേസ് ലേഖനത്തിൽ ഒരു വാക്യം മറിഞ്ഞു കിടക്കുന്നുണ്ട്. എഫേസ് ലേഖനം 4:32 ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കും. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. കർത്താവിന്റെ ദാസൻ നിങ്ങളെ ഈ ടാബർനാക്കൽ സ്റ്റഡിയിൽ കൂടെ ഒക്കെ നയിക്കുന്നത് അങ്ങോട്ടാണ്. ക്രിസ്തുവിൽ എങ്ങനെയാണ് ക്ഷമ കിട്ടുന്നത്? അപ്പോൾ ആദ്യം തന്നെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 7 പേരും പറഞ്ഞതിൻ്റെ ഒരു ട്രേസ്, ഒരു കവിതയുണ്ട്, കുഞ്ചൻ നമ്പ്യാരാണ് പാടിയതെന്ന് തോന്നുന്നു. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നൊരു കവിതയുണ്ട്. ഞാൻ സ്കൂളിൽ പണ്ട് കേട്ടിട്ടുള്ള ഒരു കവിതയാണ്. ഈ ഒരു ട്രേസ് ക്രിസ്ത്യൻഡത്തിൽ കടന്നു വന്നത് ബേസിക്കല് നമുക്ക് അറിയാവുന്ന വിധത്തിൽ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, അതുപോലെ തന്നെ ഹിന്ദുസം. ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസമാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, അതായത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അറ്റോൺമെന്റ് ആയതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപക്ഷമ ലഭിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഡോക്ട്രിനാണ് ദൈവം മഹാകരുണയുള്ളവനായതുകൊണ്ട് ദൈവത്തോട് ഒരു വ്യക്തി ഇവിടെ പറഞ്ഞതിൽ പൂർണ്ണ ഹൃദയത്തോടു കൂടെ മാനസാന്തരപ്പെട്ട് ഏറ്റു പറയുകയാണെങ്കിൽ ദൈവം ക്ഷമിക്കുമെന്ന്. ഈ ട്രേസ് ഇന്ന് വളരെ ശക്തിയോടെ പാസ്റ്റർ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇസ്ലാം കമ്മ്യൂണിറ്റി വളരെ ശക്തിയോടുകൂടെ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ ശരിയായ രീതിയിൽ ക്രിസ്തുവിൽ പണിയാത്തോടത്തോളം ഇവരുടെ ഡോക്ട്രൈൻസിന് നമ്മൾ വളരെ പെട്ടെന്ന് വശീകരിക്കപ്പെട്ടു പോകും. അതാണ് സ്ലോവിൽ പാപം ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും എന്നുള്ളൊരു ചിന്താഗതി ക്രിസ്ത്യൻഡത്തിൽ, ക്രിസ്തീയ ഗോളത്തിൽ വ്യാപരിച്ചിരിക്കുന്നു. മിക്കവാറും പെന്തിക്കോസ് എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്ന ചിന്താഗതിയാണ് ദൈവം പാപം ക്ഷമിക്കുന്നതെന്ന്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ദൈവം എങ്ങനെയാണ് പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, പാപത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എഫേസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ഇനി ഹിന്ദുസത്തിലാണെങ്കിൽ റീഇൻകാർണേഷൻ, അതായത് ജനന മരണ പുനർജനനം, ഇങ്ങനെ ഒരു റീസൈക്കിളിൽ കൂടെ മില്യൺസ് ഓഫ് റീസൈക്കിളിൽ കൂടെ കടന്നുപോയി അവർ മോക്ഷം പ്രാപിക്കും, അതായത് പാപശുദ്ധീകരണം പ്രാപിച്ച് മോക്ഷം പ്രാപിക്കും എന്നൊരു കാര്യമാണ് ചിന്തിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ 2 പ്രവൃത്തികളും ഇസ്ലാമിന്റെയും ഹിന്ദുസത്തിന് അനേക സെക്റ്റുകളുണ്ട്, മുസ്ലിമിലും അനേക സെക്റ്റുകളുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഒരു ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കടം ആദാമിന്റെ തലമുറയ്ക്ക് നിൽക്കുകയാണ്. അതിനെ പ്രവൃത്തികളിൽ കൂടെ നീതീകരിച്ച് കൊണ്ടുവന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു ഉപദേശമാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. ഇസ്ലാമിന് പാപം ഏറ്റുപറഞ്ഞ് അത് കഴിഞ്ഞ് നോമ്പുകളും മറ്റ് പ്രവൃത്തികളിൽ കൂടെയും അവരും ദൈവത്തോട് സമീപിക്കാൻ നോക്കുന്നു. ഹിന്ദുസം റീഇൻകാർണേഷനിൽ കൂടെ കടന്നുപോയി ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കൂടെ പഠിക്കും എങ്ങനെയാണ് ദൈവം പാപത്തെ മറയ്ക്കുന്നത്. ഈ ഒരു സീരിയസ്നെസ് മനസ്സിലായാൽ, വിശ്വാസി തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പിന്നെ പാപം ചെയ്യാൻ അവൻ ആഗ്രഹിക്കുകയില്ല. എങ്ങനെയാണ് ക്രിസ്തുവിൽ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതെന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അതിനു മുമ്പ് ദേവദാസൻ പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ, പ്രത്യേകിച്ചും യുണൈറ്റഡ് സ്റ്റേറ്റ്സില്, യുണൈറ്റഡ് കിങ്ഡത്തില്, ഈവൻ ന്യൂസിലാൻഡിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ അത്രയില്ല. ഇവിടെയെല്ലാണ് ഈ യൂറോപ്യൻ കൺട്രീസിൽ മൊത്തം കൂട്ടിക്കോളും. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഗാസ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രൊപ്പഗണ്ട, വ്യാജ വാർത്തകൾ എങ്ങനെ എത്ര ഫാസ്റ്റ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വ്യാപരിക്കുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഇതിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത്തരം ശക്തികളോട് ആത്മീക യുദ്ധം ചെയ്ത് അവയെ കൊണ്ട് മുട്ടടിപ്പിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇസ്ലാം വിശ്വാസത്തിന്റെ ഒരു 3 ബേസിക് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവരുടെ പുസ്തകം ഖുറാൻ എന്ന് പറയുന്നത് അവർ ക്ലെയിം ചെയ്യുന്നത് അത് എറ്റേണൽ ആണെന്നാണ്, അതിന് മാറ്റം വന്നില്ല എന്നാണ്. ഓക്കെ, അതൊരു ബേസിക് കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് മാൻ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. മൂന്നാമത്തെ കാര്യം ഒരു പ്ലേസ്, മക്ക. ഈ 3 കാര്യത്തിലാണ് അവരുടെ ഫൗണ്ടേഷൻ, വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ നിൽക്കുന്നത്. ഖുറാൻ എന്ന് പറഞ്ഞത് അവർ പറയുന്നതാണ് ഇറ്റേണൽ,
അതിനകത്ത് ഒരു പുസ്തകമുണ്ട്, ടാബ്ലറ്റ് എന്നൊരു പുസ്തകം. ആ ടാബ്ലറ്റിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇത് എറ്റേണൽ ആണ്, ദൈവത്താൽ മുഹമ്മദിന് ലഭിച്ചു, സെന്റ് മുഹമ്മദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മുഹമ്മദ് അല്ല എഴുതിയത്, പിന്നീട് അത് മനുഷ്യന് വേണ്ടിയിട്ട് തന്നതാണ്. ഓക്കെ, എറ്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാം. ഞാൻ ഇത് തൽക്കാലത്തേക്ക് നമ്മുടെ സബ്ജക്റ്റ് അല്ല, എന്നിരിക്കലും ഇതിനൊന്ന് ചെറുതായിട്ടൊരു അപ്പോസ്ട്രോഫി ഇടാൻ, ഒരു സെമിക്കോളൻ ഇടാൻ, ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല, ഒരു സെമിക്കോളൻ ഇടാൻ ആഗ്രഹിക്കുകയാണ്. എറ്റേണൽ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ എറ്റേണൽ ഉള്ളെന്ന് എല്ലാ മതവിശ്വാസത്തിലാണുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ കൂടെ ഒരു പുസ്തകവും ഒരു ടാബ്ലറ്റും കൂടെ എറ്റേണൽ എന്ന് പറഞ്ഞാൽ അത് ഡ്യുവാലിറ്റി ആയി. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം മാത്രമേ എറ്റേണൽ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റും കൂടെ എറ്റേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? 2 എറ്റേണൽ വരില്ല, 1 എറ്റേണൽ ഉള്ളൂ. അവരെല്ലാം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. അപ്പോൾ അവിടെ തന്നെ ആ പ്രസ്താവന അല്ല, ക്ലെയിം തെറ്റാണ്. ഖുർആൻ എന്ന് പറഞ്ഞ എറ്റേണൽ അല്ല, ദൈവം മാത്രമേ എറ്റേണൽ ഉള്ളൂ. അവന്റെ മുമ്പിൽ ഒരു വസ്തുവോ ഒരു പുസ്തകമോ ഒരു വ്യക്തിയോ എറ്റേണൽ ഇല്ല. മറ്റൊരു കാര്യം, ദ മാൻ മുഹമ്മദ് എന്നത് അറബിക് ലാംഗ്വേജ് ഏകദേശം AD 732 വരേക്കും, നിങ്ങൾ ഈ അറബിക് ലാംഗ്വേജ് കണ്ടിട്ടുണ്ടല്ലോ, അതിന് കുറച്ച് ലെറ്ററുകളുടെ മേളിൽ കുത്ത്, കോമ, അങ്ങനെ സ്ലൈഡ് വരകളൊക്കെ കാണും. AD 732 വരേക്കും അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ഇല്ലായിരുന്നു. മുഹമ്മദ് MHMD ഇതായിരുന്നു ഗ്രീക്കിലും ഹീബ്രുവിലും ഉണ്ടായിരുന്ന പ്രൊണൗൺസിയേഷൻ, MHMD. ഈവൻ ബൈബിളിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മളിപ്പോ ക്യാപിറ്റൽ ലെറ്ററിൽ ലോർഡ് LORD എഴുതുന്നതിന് പകരം യാഹ്വേ അല്ലെങ്കിൽ മുഹമ്മദ് MHMD എന്നായിരുന്നിരുന്നത്. AD 732 ശേഷമാണ് മുഹമ്മദ് എന്ന ഒരു വാക്ക് തന്നെ, ഒരു പേര് തന്നെ അറബിക് ലാംഗ്വേജിൽ വന്നത്. മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് AD 570 ജനിച്ചു. AD 610 മക്കയില്, AD 610 to 621 വരേക്കും മക്കയില് അവന് ടാബ്ലറ്റ് ലഭിച്ചു, അല്ലെങ്കിൽ അവന് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിരുന്നായിട്ടുള്ള പ്രവചനങ്ങൾ ലഭിച്ചു. പിന്നെ അവിടെ നിന്ന് മദീനയിലേക്ക് പോയിട്ട് 621 തുടങ്ങി 632 വരെ മദീനയിൽ വെച്ച് ലഭിച്ചു എന്നാണ്. എന്നാൽ 632 മരിക്കുന്നു. അവന് ആ കാലഘട്ടത്തിൽ ഇത്രയും റെവലേഷൻ കിട്ടിയ ഒരാളാണെങ്കിൽ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആര് പോലും ഈ റെവലേഷൻസ് കുറിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ആദ്യമായിട്ട് AD 652 ഖുറാന്റെ ഇങ്ങനെ കാര്യം അദ്ദേഹത്തിന്റെ കൂടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, അവന് എഴുതിയില്ലായിരുന്നു. പിന്നീട് വന്ന ഈ മുസ്ലിം സാമ്രാജ്യത്തിൽ നിന്ന് ചില കിങ്ഡംസ് ഇതൊരു മതമാക്കുന്ന പ്രേരണയോടുകൂടെ തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം അവരുടെ പിൻഗാമികൾ വന്ന ചില ആൾക്കാരുമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടാക്കിയ ഒരു രേഖ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, ഈ ഖുറാൻ എന്നത് എറ്റേണൽ അല്ല. മറ്റൊന്ന്, ഈ മുഹമ്മദ് എന്ന പേര് AD 732 വരെയും അറബിക് ലാംഗ്വേജിൽ ഇല്ലായിരുന്നു. മുഹമ്മദ് MHMD എന്നുണ്ടായിരുന്നുള്ളൂ. അടുത്തത് മക്ക എന്ന പ്ലേസ്. ഇതാണ് 3 ഫൗണ്ടേഷൻ. AD അറൌണ്ട് 750 വരേക്കുള്ള, നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം, വേൾഡ് ട്രേഡ് മാപ്പുകൾ എടുത്തു നോക്കിയാൽ വേൾഡിന്റെ ട്രേഡ് മാപ്പുകൾ ഏകദേശം AD 750 വരെയുള്ള മാപ്പുകൾ എടുത്തു നോക്കിയാൽ ഈ മക്ക എന്നൊരു സ്ഥലം ഒരു വേൾഡ് മാപ്പിലും കാണില്ല. നിങ്ങൾ വേണമെങ്കിൽ ഹിസ്റ്റോറിക്കലായി ചെക്ക്. ഇനി ഈ നോളജ് നിങ്ങൾക്ക് അത് ലഭിക്കണമെങ്കിൽ ഡോക്ടർ ജെയിംസ് പിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരുന്നു. അമേരിക്ക ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പോൾ അമേരിക്കയിലാണ്. അത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതായ വെബ്സൈറ്റുകളുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ദേവദാസനോട് കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ക്ലാസ് ഉണ്ട്, 1.5 hours 1 hour 56 minutes ഒരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് ഇതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട്. ഇതിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം എനിക്ക് അനേക വിശ്വാസികളല്ലാത്ത, പ്രത്യേകിച്ചും കാത്തലിസത്തെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, ഈവൻ മലയാളികളുടെ ഇടയിൽ പോലും ബൈബിളിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്ഥാനങ്ങളുടെ ബുക്ക്ലെറ്റുകൾ ഇറക്കി അനേക കത്തോലിക്കർ, ഈവൻ പെന്തിക്കോസ്തുകാരെ പോലെയും കൺവേർട്ട് ചെയ്യുന്നുണ്ട്.
വളരെ സങ്കടകരമായ ഒരു വാർത്ത എനിക്കറിയാവുന്നത്, ഞാൻ കുവൈറ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പെന്തിക്കോസ്ത് ഒരു പെൺകുട്ടി BSc പഠിച്ച ഒരു നേഴ്സ് അവിടെ ജോലിക്ക് വേണ്ടി വന്നിട്ട് അവിടെ ഈ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു വ്യക്തി, ഒരു വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാ, ഓൾമോസ്റ്റ് 45-50 ഇയേഴ്സിന് അടുത്ത് പ്രായമുണ്ട്. ആ മനുഷ്യനുമായിട്ട് ഈ ഓഫീസ് കാര്യങ്ങൾ, മിനിസ്ട്രി കാര്യങ്ങൾ ട്രാൻസ്ലേഷന് വേണ്ടി നടക്കുന്ന സമയത്ത് ചില വർക്കുകൾ നടക്കണം, പേപ്പർ വർക്കുകൾക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ സെക്കൻഡ് മാരേജിന് തയ്യാറായി. ഒരു പെന്തിക്കോസ്ത് കോളത്ത് ജനിച്ചു വളർന്ന ഒരു പെന്തിക്കോസ്തുകാരി പെൺകുട്ടി. ഞാൻ പറയാൻ കാരണം, അത്രയ്ക്കും സ്ട്രോങ് ആണ് ദൈവവചനത്തിൽ ഉറപ്പില്ലെങ്കിൽ. നിങ്ങൾക്ക് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ക്ലാസ്സിന്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഈ മുസ്ലിമിന്റെ വ്യാജത്തെ ഒരു സെമിക്കോളൻ ഇട്ട്, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, ഒരു സെമിക്കോളൻ ഇട്ട് ഇപ്പോൾ കേൾക്കുന്നവരും ഇനി യൂട്യൂബിൽ കേൾക്കുന്നവർക്കും വേണ്ടിയിട്ട് ഒരു പരിജ്ഞാനത്തിന് വേണ്ടി തന്നേ ഉള്ളൂ. മിക്ക വിശ്വാസികളിൽ പോലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവവും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ദൈവം ഒന്നാണെന്നൊരു ചിന്താഗതിയുണ്ട്. അതൊക്കെ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഡോക്ടർ ജെയിംസ് സ്മിത്തിന്റെ ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേവദാസനും അല്പമായിട്ട് കഴിഞ്ഞ മെസ്സേജിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ട് എനിക്കത് കാണാൻ സാധിച്ചില്ല. ഇനിയോ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം പാപം ക്ഷമിക്കുന്നോ ഇല്ലയോ. ഓക്കെ, അടുത്ത സബ്ജക്റ്റിലേക്ക് കടന്നു വരാം. ഈ ദിവസങ്ങളിൽ ദേവദാസൻ നിങ്ങളെ ടാബർനാക്കിൾ സ്റ്റഡിയിൽ കൂടെ വളരെയധികം കാര്യങ്ങൾ മുൻപ് പഠിപ്പിച്ചതായിട്ട് എനിക്കറിയാം. ഇപ്പോഴും അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം തനിക്ക് വസിക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണത്തില് അവരോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് നിഴലായിട്ട്, ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതൊരിക്കലും ആ ശബ്ദത്തിലേക്ക് കടക്കുന്നില്ല. തനിക്ക് വസിക്കാൻ തക്കവണ്ണം ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, താൻ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം തന്നെ അതിന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മോശയ്ക്ക് ഒരു മാതൃക കാണിച്ചു കൊടുത്തു. അതിന്റെ വിവരണങ്ങളൊക്കെയും കൊടുത്തു. അത് പണിയാനുള്ള റോ മെറ്റീരിയൽസ് ഇസ്രായേൽ മക്കളിൽ നിന്നും തന്നെ വാങ്ങണം. നല്ല മനസ്സോടെ കൊടുക്കുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഉപദേശങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യകതയില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വാങ്ങുവാൻ പറഞ്ഞ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പൊന്ന്, വെള്ളി, താമ്രം, 3 മെറ്റീരിയൽസ്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, 4 വിധത്തിലുള്ള നൂലുകള്. പിന്നെ വരുന്നത് കതിരമരം, വിളക്കിന് എണ്ണ, പിന്നെ അതിന് മൂടി വിരിക്ക് വേണ്ടി ആട്ടുംകൊറ്റ രോമം, ചുവപ്പിച്ച ആട്ടുംകൊറ്റ തോല്, തകശു തോല്. ഈ 3 മൂടി വിരിക്കുള്ളത്. ഗതിരമരം പറഞ്ഞു, വിളക്കിന് എണ്ണ, പിന്നെ സുഗന്ധ വർഗങ്ങൾക്കും പരിമള എണ്ണയും അഭിഷേക തൈലത്തിനും വേണ്ട സുഗന്ധ വർഗങ്ങള്, പിന്നെ മാർപതകത്തിലും എഫോദില് അത് പതിക്കുവാനായിട്ടുള്ള രത്നങ്ങള്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വളരെ സ്റ്റഡി ചെയ്തിട്ടുള്ളവരാണ്. ഇത് ആ ജനത്തിൽ നിന്ന് തന്നെയാണ് വാങ്ങേണ്ടത്. ഇവിടെ ചെറിയൊരു ആലോചന പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് കടക്കാൻ. ഇതിന്റെ സീരിയസ്നെസ് എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടൊരു മെസ്സേജ് കേട്ടു, ഓക്കെ, ചിലപ്പോൾ പറയും നല്ലത്, ഇതിങ്ങൊരുക്ക് കിർക്ക, ഇത് വചനത്തില്ലാത്ത കാര്യമാണ്, എന്താ നമുക്ക് സീൽ തരുന്നത് കൾട്ടാണെന്നൊരു സീൽ അടിക്കും. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവരിന്ന് വാങ്ങേണ്ടത് പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, നൂലിന്റെ കത്തില്, ആട്ടുകൊറ്റ രോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോല്, തകശു തോല്, ഗതിരമരം, ഇതുപോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, നല്ല മനസ്സോടെ കൊടുക്കാം. പുതിയ നിയമത്തില് ഇതിന്റെ ആത്മീയ അർത്ഥം എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് പൊന്ന് സമ്പാദിക്കാം, എങ്ങനെ നമുക്ക് വെള്ളിയാകാം, എങ്ങനെ നമുക്ക് താമ്രമാകാം, എങ്ങനെ ഇത്തരത്തിലുള്ള നൂലുകള്, ഈ സുഗന്ധവർഗങ്ങളൊക്കെ ദേവദാസങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഒന്നും ഇല്ലാത്തവന്റെ കയ്യില് ഒരു ആലയപ്പണി നടക്കുകയില്ല. പെന്തിക്കോസ്തിന് സംഭവിച്ച ഫെയിലിയർ അതാണ്. പെന്തിക്കോസ്തിന് സംഭവിച്ച ഫെയിലിയർ അതാണ്. നമ്മൾ വളരെ അധികം ബഹുമാനിക്കുന്ന, ഞാൻ വളരെ മനസ്സിൽ കരുതിയിരുന്ന ഒരു സഭയാണ് ദ പെന്തിക്കോസ്റ്റൽ മിഷൻ എന്ന് പറയുന്നത്, TPM. അതിനകത്ത് എനിക്ക് ഇന്നലെ ഒരു നോട്ടീസ് കിട്ടിയിരുന്നു. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ പേരാമ്പ്ര എന്ന സ്ഥലത്ത് ഉള്ള ഒരു TPMന്റെ നോട്ടീസാണ്.
2 ദിവസങ്ങൾ, അതായത് നാളെയും മൺഡേയും 19 and 20th ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നതാണ് 20-ാം തീയതി തിങ്കളാഴ്ച 9:30 മുതൽ പ്രശ്ന പരിഹാര പ്രാർത്ഥന. ഒരു ഉപദേശത്തിൽ ഒരുവിധം മര്യാദയ്ക്ക് നിൽക്കുന്നു എന്ന് ക്ലെയിം ചെയ്യുന്ന TPM സമുദായത്തിന്റെ ഒരു വിഷയം പറഞ്ഞിരിക്കുകയാണ്. 9:30, അതായത് മീറ്റിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് ഡേയുടെ അവസാനം മീറ്റിംഗെല്ലാം കഴിഞ്ഞതിന് ശേഷം 9:30 ഈവനിങ് തുടങ്ങി പ്രശ്ന പരിഹാര പ്രാർത്ഥന. ഇതെവിടെയാണെന്നറിയാം ലൊക്കേഷൻ? തൃശ്ശൂർ ജില്ലയിലെ 3 പ്രധാനപ്പെട്ട കത്തോലിക്കിന്റെ സെന്ററുകളാണ് പോട്ട, ഡിവൈൻ, ജെറുസലം. ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ് ഈ പോട്ട എന്ന സ്ഥലം. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററും കൂടെ പോയാൽ നോർത്തിലേക്ക് പോയാൽ ഡിവൈൻ എന്ന സ്ഥലം. ഈ മീറ്റിംഗ് നടക്കുന്ന ഒരു 7 കിലോമീറ്റർ നോർത്തിലേക്ക് പോയാലാണ്, മറ്റു 2 സൗത്തിലേക്ക്, നോർത്തിലേക്ക് പോയാലാണ് ജെറുസലം എന്ന സ്ഥലം. ഇവര് പറയും, നീ ഞങ്ങളുടെ അടുത്ത് വാ, ഞങ്ങൾ പ്രശ്ന പരിഹാരം ഉണ്ടാക്കി തരാമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉപദേശത്തിൽ നിലനിൽക്കായക കൊണ്ട് സഭകൾക്ക് സംഭവിച്ച വീഴ്ച. എന്താ ദൈവസഭ? ക്രിസ്തു എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ സെന്റർ ആണോ? പ്രശ്ന പരിഹാര സ്ഥലമാണോ ക്രിസ്തു? അതിനാണ് ഈ പാപം ക്ഷമിക്കുന്നതോ? എങ്ങനെയാണ് ക്രിസ്തു പാപം ക്ഷമിക്കുന്നത്? ദൈവം എങ്ങനെയാണ് പാപം മറയ്ക്കുന്നത് എന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്ര ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ട് ദൈവം ആദ്യമായിട്ട് നിർമ്മിക്കാൻ പറഞ്ഞൊരു കാര്യമാണ് നിയമപ്പെട്ടകം. കതിരുമരം കൊണ്ട് ഒരു നിയമപ്പെട്ടകം ഉണ്ടാക്കണം. 2.5 മുഴം നീളം, 1.5 മുഴം വീതി. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്കറിയാം. ഈ നിയമപ്പെട്ടകത്തിന്റെ കൂടെ തന്നെ 2 സൈഡിലും 4 വളയങ്ങള്, 2 തണ്ടുകൾ ചുമത്തും. ഈ നിയമം അതിനകത്ത് വെച്ചാൽ, അത് 2 കൽപ്പനകള്, ദൈവം സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത 2 കൽപ്പനകൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടകത്തിന് മേൽ തൊടുവാൻ ആർക്കും അധികാരം ഇല്ല. തൊട്ടിട്ടുള്ളവർക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് പഴയ നിയമത്തിൽ അറിയാൻ സാധിക്കും. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. ഈ പെട്ടകം പറയുന്നത്, ഇനി കുറച്ച് ആത്മീയ കാര്യങ്ങൾ പറയാൻ പോവാണ്. ഈ പെട്ടകം പറയുന്നത്, ഇതിനകത്തിരിക്കുന്ന ദൈവവചനം പറയുന്നത്, മനുഷ്യ നീ പാപി, നീ മരണയോഗ്യൻ. വിശ്വാസിയായാലും വിശ്വാസി അല്ലാത്തവരോടും പറയുന്നത് നീ പാപി. എവിടെ തുടങ്ങിയ? ഏദൻ തോട്ടം തുടങ്ങി. നമ്മൾ ഡീറ്റെയിലേക്ക് പോകും. നാം എല്ലാവരും ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നിട്ടുള്ള, യേശു ക്രിസ്തു ഒഴികെ മനുഷ്യനായിട്ട് വന്നിട്ടുള്ള ഏവരും തന്നെ ആദാമിന്റെ സന്തതികളാണ്. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ആദാം പാപം ചെയ്യുന്ന സമയത്ത് നാം എല്ലാവരും അവനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. നമ്മൾ വിളിക്കുന്ന പേരാണ് പാപി. പാപിയുടെ പാപത്തിന് ശമ്പളം നിത്യമായ മരണം. ഈ നിയമത്തിന് വേറെ ഒരു ലാംഗ്വേജ് അറിയില്ല. അവിടെ എക്സ്ക്യൂസ് ഇല്ല. അതിന്റെ ഗാംഭീര്യത, വെയിറ്റേജ് കുറയ്ക്കാൻ സാധ്യമല്ല. 89-ാം സങ്കീർത്തനം 34-ാം വാക്യത്തിൽ പറയുന്നത് ഞാൻ വായിക്കുന്നില്ല. സ്തോത്രം. ഞാൻ എന്റെ നിയമത്തിന് ഭേദഗതി വരുത്തുകയില്ല. 81-ാം സങ്കീർത്തനം 34-ാം വാക്യം. അപ്പോൾ നിയമപ്പെട്ടകം പറയുന്നത്, മനുഷ്യ നീ പാപി, നിന്റെ മേലുള്ള ദൈവിക ഭരണകൂടത്തിന്റെ വിധി എന്ന് പറയുന്നത് നിത്യമായ മരണം. ഇതിന് വേറൊരു ലാംഗ്വേജും അറിയില്ല. അവിടെ തുടങ്ങി മനുഷ്യൻ, നാം പറഞ്ഞല്ലോ നേരത്തെ 3 മതവിഭാഗങ്ങളുടെ രീതികൾ. ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ദൈവം ക്ഷമിക്കും. ഹൈന്ദവ മോഹവും പഠിച്ചു വന്നത് റീകാർണേഷൻ കൂടെ, ജനന മരണ പുനരുദ്ധാന പുനർജനന സിംഗിളിൽ കൂടെ പോയി മില്യൺസ് കണക്കിന് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ശുദ്ധീകരണം പ്രാപിച്ചോട് ദൈവത്തോട് ലയിച്ചു ചേരാം, മോക്ഷം പ്രാപിപ്പിക്കാമെന്നൊരു പഠനം. ഇതെല്ലാം മനുഷ്യൻ എങ്ങനെ കടന്നു വന്നത്? മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി. ഏദൻ തോട്ടത്തില് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടായ മനുഷ്യന് ദൈവത്തിന്റെ സദ്ഗുണങ്ങളുടെ പൂർണ്ണ അറിവുണ്ടായിരുന്നു. ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ട് വേറൊരു രീതിയിലായിരുന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് അവന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്റെ മുന്നത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. ഈ മനുഷ്യന്റെ അടുത്ത് ദൈവം കടന്നു വന്നപ്പോൾ അവനോട് ദൈവം പറയാണ്, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ഏദൻ തോട്ടത്തിലേക്ക് നിനക്ക് വീണ്ടും പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, നിക്കോദെമീസിനോട് പറഞ്ഞ ലാംഗ്വേജ് ആദാമിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ
അവന് വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞ് വൃക്ഷഫലം തിന്നപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു, ഇപ്പോഴത്തെ എന്റെ നേച്ചർ എന്താണ്, നമുക്കതറിയില്ല. നാം അമ്മയുടെ ഉദരത്തിൽ പുറത്തു വന്നത് തുടങ്ങി തന്നെ നമുക്ക് ഒരു സ്വഭാവമുള്ള പാപത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ സെൽഫിനെ ഗ്രാറ്റിഫൈ ചെയ്യുക. പക്ഷെ ആദാമിന് അറിയാമായിരുന്നു, വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു മുന്നത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു, പാപം ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു. അവന്റെ ഇന്റലക്റ്റിന് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അവനോട് കർത്താവ് പറഞ്ഞു, ദൈവം പറയാണ്, നീ വീണ്ടും ജന്മം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. അവൻ ഉടനടി സമ്മതിക്കില്ലായിരുന്നോ? ചെറിയ തോട്ടിട്ടെന്നുള്ളു. ഓക്കെ, അപ്പോൾ ഈ കൽപ്പന അല്ലെങ്കിൽ നിയമപ്പെട്ടകം പറയുന്നത്, മനുഷ്യ നീ പാപി, നിത്യമായ മരണത്തിന് യോഗ്യൻ. ഇതിന്റെ മുകളിൽ വെച്ചിരിക്കുന്നതാണ് കൃപാസനം. അതേ അളവിൽ 2.5 മുഴം നീളം, 1.5 മുഴം വീതി. ഇതാണ് ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് പെട്ടകം മനുഷ്യന്റെ മേല് നിത്യമായ മരണശിക്ഷ വിധിക്കുമ്പോൾ അതിനെ മറയ്ക്കുന്നതാണ് കൃപാസനം. അതിനെ മറയ്ക്കുന്നതാണ്, മരണശിക്ഷയെ മറയ്ക്കുന്നതാണ് കൃപാസനം. അപ്പോൾ എത്രത്തോളം ഈ കൃപാസനം നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുന്നോ അതിന്റെ ശിക്ഷാവിധിയെ മറച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും ഈ കൃപാസനം അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ? ഒരു 50,070 പേര് മരിച്ച ഒരു സംഭവം ബേസ്മെസിലുണ്ടായിരുന്നു അല്ലെ? പെട്ടെന്ന് തുറന്നു നോക്കിയതാ. പെരിസർ കൊണ്ടുപോയപ്പോൾ അതിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നൊന്ന് നോക്കിയതാ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വരാൻ പോകുന്നത്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അറിയുന്നവരായിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് പോകുന്നില്ല. സ്തോത്രം. ഈ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് ദേവദാസ് നിങ്ങളെ വളരെയധികം പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിയമപ്പെട്ടകം മനുഷ്യന്റെ മേൽ നിത്യമായ മരണശിക്ഷയെ വിധിച്ചുകൊണ്ടിരിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് വിധിക്കുന്ന കാര്യം ഇതാണ്. എങ്ങനെ വന്ന് പ്രവൃത്തിയിൽ കൂടെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നാലും, ക്ഷമ ചോദിച്ച ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നാലും, ഏതെല്ലാം വിധത്തിൽ ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നാലും, നിന്റെ ഉള്ളിലെ ആഗ്രഹം, നിന്റെ സെൽഫിന്റെ ഡിസയർ നടന്നു കിട്ടുവാനാണ്. ഒന്നുകിൽ സ്വർഗത്തിൽ പോകാനായിരിക്കാം, നരകത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കാനായിരിക്കാം. പക്ഷേ നിന്റെ പാപത്തിന് ക്ഷമ കിട്ടുവാൻ അല്ലാത്തിടത്തോളം ദൈവം അത് സ്വീകരിക്കുന്നില്ല, നിയമം അനുശാസിക്കുന്നില്ല. ഈ നിയമം എന്ന് പറയുമ്പോൾ അല്പം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് അല്പം പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ദൈവം എങ്ങനെയുള്ളവനാണെന്ന് കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സ്തോത്രം. അല്പമായിട്ട് നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് ഒന്ന് കടന്നു പോകണം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, സകല ചരാചരങ്ങളിന്മേൽ വാഴുവാനുള്ള അധികാരം അവന് കൊടുത്തു. ആ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പ്ലാനാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 തുടങ്ങി 28 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ആ സൃഷ്ടികർമ്മം എങ്ങനെയുള്ളതാണ്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. ഇത് ശരിക്കൊന്ന് മനസ്സിലായാലേ നിങ്ങൾക്ക് ഈ ശരിയായ ക്ലാസ്സിന്റെ അല്ലെങ്കിൽ ഈ പാപക്ഷമ കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യന് അവിടെ ദൈവം ഒരു കൽപ്പനയും കൊടുത്തു, തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം നിനക്ക് ഇഷ്ടംപോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് അവനെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചു, അവന്റെ ശരീരം. അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അകത്ത് ജീവനുള്ള ദേഹിയായി തീർന്നു. അതിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആത്മാവും പ്രാണനും, അത് നമുക്ക് വിശദീകരിച്ച് പഠിക്കുന്നത് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും. അപ്പൊ മനുഷ്യന് 3 ഘടനകളുള്ളത്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത്
എന്ന് അല്പമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. മനുഷ്യനുള്ളത് ശരീരം, പ്രാണൻ, ആത്മാവ്, മനുഷ്യാത്മാവ്. അപ്പോൾ മൂക്കിലേക്ക് ആ പൊടിയായിരുന്ന ആ മനുഷ്യരൂപത്തിന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതായത് ആ പൊടിയിലേക്ക് കടന്നു വന്നതിന്റെ ഉറവിടം അല്ലെങ്കിൽ ഓണർഷിപ്പ് ആരുടേതാണ്? അവന്റെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെത്. ശരിക്കും മനസ്സിലാക്കണം. ആ അകത്ത് കടന്നു വന്ന ജീവനുള്ള ദേഹി എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പ്രാണനും മനുഷ്യാത്മാവും കൂടെ ചേർന്നതായിട്ടുള്ള ആ സ്പിരിച്വൽ പാർട്ട് എന്ന് പറയുന്നത്, അതിന്റെ ഉടമസ്ഥൻ ആരാണ്? അവന്റെ സൃഷ്ടിതാവായ ദൈവം. അതിന്റെ ഒറിജിൻ സൃഷ്ടിതാവായ ദൈവം. അതാ സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നത്, ആത്മാവ് അവനെ കൊടുത്ത ദൈവത്തിലേക്ക് തിരിച്ചു പോകും. സ്തോത്രം. അപ്പോൾ ഈ പ്രാണന്റെ ഒരു ചെറിയ പ്രവർത്തന രീതി ഒന്ന് ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ പറയാം, എന്നാലും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് മനസ്സിലാവുകയുള്ളൂ. പ്രാണന് നമുക്ക് ഇന്റലക്റ്റ് ഉണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്, അല്ലേ? ഇതിലേക്ക് ഒരു വാർത്ത വന്നാൽ, ഒരു ന്യൂസ് വന്നാൽ, അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമ്മളിൽ ഡെവലപ്പ് ആകും. അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഡെവലപ്പ്. അപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും +2 എക്സാമിനേഷൻ അപ്പിയർ ചെയ്തിരിക്കുക, LKG തുടങ്ങി വളരെ പ്ലാൻ ചെയ്ത് പഠിപ്പിച്ചു. ഈ കുഞ്ഞിന് നമ്മൾ ഭാവിയിലേക്ക് എന്ത് ആ രീതിയിൽ ആക്കണം എന്നുള്ള അധ്വാനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല പ്രോഗ്രസ്സിൽ വന്നു. 12th എക്സാം അപ്പിയർ ചെയ്തു. കുഞ്ഞ് നല്ല രീതിയിൽ അപ്പിയർ ചെയ്തു. റിസൾട്ട് വരുന്നവരേക്കും എങ്ങനെയായിരിക്കും ഒരു ഇമോഷൻ ഉണ്ടാകുന്ന? ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ആകും, അല്ലെ? എന്താവും? എത്ര സ്കോർ കിട്ടും? A+ കിട്ടുമോ? A1 കിട്ടുമോ? കാരണം എന്താ? പൂർണ്ണമായ വാർത്ത വന്നിട്ടില്ല. നല്ല രീതിയിൽ അധ്വാനിച്ചു. അപ്പോൾ ആ അറിവിനനുസരിച്ചുകൊണ്ട് ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ആകുന്നത് എത്രത്തോളം, എങ്ങനെയാകും? എന്നാൽ റിസൾട്ട് വന്നു, എല്ലാ സബ്ജക്റ്റിനും A+ കിട്ടി. അതായത് സത്യം മനസ്സിലായി. അപ്പൊ എന്തായി? ആ ഇമോഷൻ, ആങ്സൈറ്റി എന്നുള്ള ഇമോഷൻ മാറിയിട്ട് എന്തായി? സന്തോഷം എന്നൊരു ഇമോഷൻ അവിടെ കടന്നു വന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? റിസൾട്ട് കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി, കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് ആരെങ്കിലും വന്ന് പറയാണ്, നിന്റെ കുഞ്ഞ് തോറ്റുപോയി എന്ന് പറഞ്ഞ് എന്ത് പറയും? താൻ പോയി പണി നോക്കൂടെന്ന് പറയും, ഇല്ലയോ? എന്നിട്ട് റിസൾട്ട് കിട്ടിയിരിക്കുന്നു, നിന്റെ കയ്യിൽ വല്ല രേഖയുണ്ടോ? നീ വ്യാജമല്ല പറയുന്നത്. എന്റെ കുഞ്ഞ് റിസൾട്ട് കിട്ടിയിരിക്കുന്നു, എല്ലാ സബ്ജക്റ്റിനും A+ മാർക്കുണ്ട്, ഗ്രേഡും ഉണ്ട്. ഇനി ഏതെല്ലാം വ്യാജമായിട്ട് ആരെല്ലാം കൊണ്ടുവന്നാലും ഒരാളൊന്ന് പറയാണ്, നിന്റെ കുഞ്ഞ് A+ മാർക്ക് കിട്ടിയ കുഞ്ഞ് മരിച്ചുപോയി, എന്നിട്ട് എന്റെ കുഞ്ഞ് അടുത്തിരിക്കുന്നു, നീ പറഞ്ഞ വ്യാജ എന്ന് പറഞ്ഞാൽ സത്യം അകത്തു നിൽക്കുകയും അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമ്മൾ ഡെവലപ്പ് ആയാൽ ആ ഇമോഷനെ മാറ്റുവാൻ വ്യാജത്തിന് സാധ്യമല്ല. ശരിക്കും മനസ്സിലാക്കണം. എല്ലാ മനുഷ്യനും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇന്റലക്റ്റിലേക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. ഒരു ദുഃഖ വാർത്ത കടന്നു വന്നു, നമ്മൾ സാധാരണപ്പെട്ട നമ്മുടെ റിലേറ്റീവ്, ഒരു ക്ലോസ് റിലേറ്റീവ് ആരെങ്കിലും മരിച്ചു, ചിലപ്പോൾ അൺകോൺഷ്യസ് ആയി പോകും, ദുഃഖത്തിന്റെ ആധിക്യം വന്നിട്ട്. എന്നുകൊണ്ട് ആ വാർത്തയാണ് അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഡെവലപ്പ് ആയത്. ഇനി നമുക്ക് നേതൃത്വത്തിലേക്ക് പോകാം. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം, അന്ത്യത്തോളം ഇരിക്കണം. ഏദൻ തോട്ടത്തില് ശരീരവും പ്രാണനും ആത്മാവുമുള്ള ഒരു സ്ത്രീ, ഒരു പുരുഷനും, അവരെ പരിശോധിക്കാൻ വേണ്ടി ദൈവം തന്നെ സൃഷ്ടിച്ച ഒരു സേറ്റാൻ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, തോട്ടത്തിലെ സകല വൃക്ഷത്തിലെ ഫലം നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിന്നാം, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും. അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഈ രണ്ട് വ്യക്തികളിലുണ്ട്, ആദാമിലും ഹവ്വയിലുണ്ട്. ആ സമയത്താണ് ഒരു വാർത്ത കടന്നു വരുന്നത്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, നിങ്ങളോട് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ കുറച്ചൊക്കെ ഉരുട്ടി പുരട്ടിയൊക്കെ പറഞ്ഞു, മരിക്കാതിരിക്കരുത്, തിന്നരുത്, തൊടരുത് എന്നൊക്കെ പറഞ്ഞു. ഉടനെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുക കാര്യം, മരിക്കയില്ല നിശ്ചയം, തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മത്തന്മകളെ കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവത്തോട് സദൃശ്യന്മാരായി തീരും, ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് പറഞ്ഞാൽ ദൈവം എറ്റേണൽ ആണ്, സെൽഫ് സ്റ്റാൻഡിങ് ആണ്, നിത്യനാകുന്നതുപോലെ നിങ്ങൾ ഇപ്പോൾ ദൈവത്തോട് ഡിപ്പെൻഡഡ് ആണ്. പക്ഷേ നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ദൈവത്തെ പോലെ സെൽഫ് എക്സിസ്റ്റഡ് ആകാം. ഇതിനാണ് സെൽഫ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സ്ത്രീ നോക്കിയപ്പോൾ ഒരു വാർത്ത വന്നു. ആ വാർത്ത ഹൃദയത്തിൽ സ്വീകരിക്കാത്തോടത്തോളം വേറൊരു ഇമോഷൻ ഡെവലപ്പ് ആകുകയില്ല. ഇതിന്റെ കാര്യങ്ങൾ വളരെ ആഴത്തിൽ പറയാൻ കാരണം വല്ലാത്തവര് കേരളത്തിൽ ലോകം മുഴുവൻ ഓടി നടന്ന് വ്യാജ ഉപദേശങ്ങൾ പറഞ്ഞ് പെന്തിക്കോസ്ത് സഭകളിൽ തന്നെ ജനത്തിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് ദേവദാസൻ വളരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. പേരെടുത്ത ദേവദാസന്മാരെന്ന് പറയുന്നവരൊക്കെ ജനത്തെ വിഴുങ്ങിക്കളഞ്ഞ് താൻ വീണിരിക്കുന്നത് പോലെ മറ്റുള്ളവരെ വീഴ്ത്താൻ വേണ്ടി അഘോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിലാണ് ഇതിനൊന്ന് യഥാസ്ഥാനപ്പെടുത്താൻ നോക്കുന്നത്. അപ്പോൾ ഒരു സത്യമായ നോളജ് ഇരിക്കുകയും അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ട് ഒരു ഇമോഷൻ ആ സ്ത്രീയിൽ ഇരിക്കുന്ന സമയത്ത്, ഹവയിൽ ഇരിക്കുന്ന സമയത്താണ് വേറൊരു നോളജ് വരുന്നത്. അത് അവൾ റിജക്ട് ചെയ്തിരുന്നുവെങ്കിൽ വേറൊരു ഇമോഷൻ ഡെവലപ്പ് ആകുകയില്ല. വൃക്ഷപണം കാൽമാൻ നല്ലത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് ഒരു ഇമോഷൻ ഡെവലപ്പായി. കാരണം എന്താ? ട്രൂത്തിനെ റിജക്ട് ചെയ്തു, റോങ്ങിനെ സ്വീകരിച്ചു. അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഇമോഷൻ ഡെവലപ്പായി. അപ്പൊ പാപം ആരംഭിച്ചത് എവിടെയാണ്? കയ്യിലാണ് ആരംഭിച്ചത്. കൈകൊണ്ട് വൃക്ഷഫലം പറിച്ചു തിന്നുകൊണ്ടാണ് ആരംഭിച്ചത്, പ്രാണലിലാണ് ആരംഭിച്ചത്. പാപം ആരംഭിക്കുന്നത് പ്രാണലിലാണ്. ശരിക്കും ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സത്യ ഉപദേശം മനസ്സിലായി, ദൈവവചനപ്രകാരം അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏത് വന്നാലും ഇതിനെ റിനൗൺസ് ചെയ്യേണ്ടത്, ബൗൺസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓരോ വ്യക്തികളും നിക്ഷിപ്തമാണ്. തോട്ടത്തിൽ രണ്ടുപേരെ കൊണ്ടാക്കിയിട്ട് തോട്ടം കാക്കാൻ ദൈവത്തിന് വേണമെങ്കിൽ ഒരു കെരൂബിനെ കാവൽ നിർത്തിയാൽ മതിയായിരുന്നു. ഒരു പാമ്പും വരില്ല അവിടെ, ഒരു സൈറ്റാനും വരില്ലായിരുന്നു. പക്ഷേ തോട്ടം കാപ്പാനും അവിടെ വേല ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം, വേല ചെയ്യുന്ന പറഞ്ഞ തൂമ്പെടുത്ത് കളയ്ക്കുന്ന പരിപാടിയല്ല. അതെല്ലാം ശാപഗ്രസ്തമായ ഭൂമിയിലാണ് പിന്നെ മുള്ളും പറക്കാനും വന്നത്. അവിടെ അവോദ് എന്നൊരു ഗ്രീക്ക് വാക്കോട് ഉപയോഗിച്ചിരിക്കും. ടു സെർവ് ഗാഡ്. ടു സെർവ് ഗാഡ് എന്ന അർത്ഥത്തിലുള്ള അവോദ് എന്നൊരു ഹീബ്രു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തെ സേവിക്കുക, അതേ സമയത്ത് തോട്ടം കാക്കേണ്ട ഉത്തരവാദിത്വം ഈ രണ്ടു മനുഷ്യരിലും നിക്ഷിപ്തമായിരുന്നു. ഇതേപോലെ നിന്റെ പ്രാണനെയും ആത്മാവിനെയും നിനക്ക് തന്നിരിക്കുന്ന ഉപദേശത്തെയും അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള വികാരത്തെയും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ബിലീവേഴ്സിലും നിക്ഷിപ്തമാണ്. അങ്ങനെ വ്യാജമായിട്ട് വരുന്ന ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്യുവാനാണ് ഞാൻ നേരത്തെ ഇസ്ലാമിന്റെ ഉപദേശത്തെ ചെറുതായിട്ടൊന്ന് സെമിക്കോളൻ ഇട്ട് വെച്ചത്. ഇത്തരം വ്യാജ വാർത്തകൾ പെന്തിക്കോസ്തിനകത്ത് സേറ്റാന്റെ അഭിഷക്തരായ ശുശ്രൂഷകന്മാരിൽ കൂടെ കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. എന്ത് കടന്നു വന്നു? ദൈവ തേജസ് അവരിന്ന് വിട്ടുപോയി. അവർ അനുസരണക്കേടിന്റെ മക്കൾ എന്ന പേരായി. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു വരട്ടെ. അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ മനുഷ്യർ അവർ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധനായിരുന്നു, അല്ലയോ? ആയിരുന്നു. ആ വിശുദ്ധനായിരുന്ന ആദാമിനെയും ഹവ്വയെയും അശുദ്ധർ എന്ന് എണ്ണി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഏതൻ തോട്ടത്തിൽ പുറത്താക്കാനുള്ള കാരണം എന്താണ്? അനുസരണക്കേട്, ഡിസ്ഒബീഡിയൻസ്. അങ്ങനെയാണ് ദ ചിൽഡ്രൻ ഓഫ് ഡിസ്ഒബീഡിയൻസ് എന്ന പേര് വന്നത്. ഇപ്പൊ തിരിച്ചവർക്ക് വരണമെങ്കിൽ എന്ത് വരണം? തിരിച്ചവര് ഒബീഡിയൻസിലേക്ക് വരണം, അനുസരണത്തിലേക്ക് വരണം. അനുസരണത്തിനാ? ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് ഗാഡ്. ദൈവ പ്രമാണത്തെ അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ശരീരം, പ്രാണൻ, ആത്മാവുള്ളവരായി സൃഷ്ടിച്ചു. അവർക്കൊരു കൽപ്പന കൊടുത്തിരുന്നു. തോട്ടത്തിലെ സകല വൃക്ഷത്തിനെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മത്തിന്മേലെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തെ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും. ആ സത്യം അകത്തിരിക്കുമ്പോൾ, ആ ഒരു അറിവ് അകത്തിരിക്കുമ്പോൾ അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അവര് ഡെവലപ്പ് ആയിരുന്നു. ഇനി രണ്ടാം അധ്യായത്തില് ദൈവം സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും ആദാമിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവരിട്ടതൊക്കെയും അവയ്ക്ക് പേരായെന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് അതിന് മേലെ ഒരു കമന്റ് ഇല്ല. സകല ചരാചരങ്ങൾക്കും, ഭൂമിയിലുള്ള സകല ചരാചരങ്ങൾക്കും ആദാം ഇട്ട പേര്. അത്രയ്ക്ക് കഴിവുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് അനുസരണക്കേട് കാണിച്ചപ്പോൾ ഏതൻ തോട്ടത്തിൽ പുറത്താകുന്നതും ദൈവ തേജസ് നഷ്ടപ്പെടുന്നതും. അവന്റെ സന്തതികളാണ് നമ്മൾ. തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ എന്ത് വേണം? തിരിച്ച് ഒബീഡിയൻസിലേക്ക് വരണം. ഇവിടെ ഒന്ന് ചെറുതായിട്ട് നിന്നിട്ട് ഇനി നമ്മൾ തിരിച്ചു വന്നാൽ എന്തിനാണ് ഈ സുവിശേഷം നമ്മുടെ അടുത്ത് അറിയിച്ചു വരുന്നത് എന്നൊന്ന് എഫേസ് ലേഖനം
1-ാം അധ്യായത്തിന്റെ 19 തുടങ്ങി 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇന്ന് ബൈബിളിൽ നിന്ന് എടുത്ത് വായിക്കുകയാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19 ഓൺവേർഡ്സ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ ശ്രദ്ധിക്കണം, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതിരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു അവനെ സർവത്തിനു മീതെ തലയാക്കി. ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ച്. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്ത മീതെ ഇരുത്തുകയും ചെയ്ത് സകലത്തിൽ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാണ് സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ പാപക്ഷമ കിട്ടി അല്ലെങ്കിൽ ക്രിസ്തുവിൽ മറയുന്ന ഒരു വ്യക്തിക്കുള്ള അധികാരമാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വാഴ്ചയും എല്ലാ അധികാരവും എല്ലാ ശക്തിയും എല്ലാ കർത്തൃത്വനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനു മേലെയാണ് ക്രിസ്തുവിനോട് കൂടെ. സകലത്തെയും അവന്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് സകലവും കാൽ കീഴയാണ്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട അധികാരം നൽകിയിരിക്കുന്നത് ദൈവസഭയ്ക്കാണ്. അതാണ് നിങ്ങളിൽ പണിയുവാൻ ദൈവദാസൻ അഹോരാത്രം ഈ ടാബർനാക്കിൾ സ്റ്റഡിയും അതും ഇതൊക്കെ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളത് വിളിക്കപ്പെടുന്ന സകല നാമത്തിനും ക്രിസ്തുവിനോടുകൂടെ അത്യന്തം മീതെയാണ്. സകലവും നിങ്ങൾക്ക് കാൽ കീഴാകണം. ഇത് ആകുവാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറഞ്ഞു വരുന്നത് ഈ കൃപാസനത്തിന്റെ നിർമ്മാണം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതും തോട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന്. ഈ സംഭവിച്ച മനുഷ്യനോട് നിയമപ്പെട്ടകം പറയാണ്, അല്ലെങ്കിൽ ഡിവൈൻ ലോ പറയാണ്, അല്ലെങ്കിൽ ദ ലോ ഓഫ് ഗോഡ് പറയാണ്, യു ആർ എ സിന്നർ, നീ പാപി, നിന്റെ മേൽ ദൈവിക ഭരണകൂടം, ദൈവമല്ല ശിക്ഷ വിധിച്ചത്, ദൈവിക ഭരണകൂടത്തിന്റെ നിയമവ്യവസ്ഥ. ഇതേ ലോ തന്നെയാണ് ദൈവത്തിന്റെ ഹൃദയത്തിലും മനുഷ്യരായ നമ്മുടെ ഹൃദയത്തിലും ദൂതന്മാരുടെ ഹൃദയത്തിലും. ഇവരെ 3 കൂട്ടി വിളിക്കുന്ന പേരാണ് ഫ്രീ മോറൽ ഏജൻസ്. ഫ്രീ മോറൽ ഏജൻസ് എന്ന് പറഞ്ഞ സ്വതന്ത്ര മനസ്സിന്റെ ഉടമകള്. ഏതോ തോട്ടത്തിൽ തീരുമാനമെടുത്തത് ഹവ തന്നെയാ. പ്രേരണ വന്നതേ ഉള്ളൂ. തീരുമാനമെടുത്തത് ഹവ തന്നെയാ. പ്രേരണ വന്നതേ ഉള്ളൂ. തീരുമാനമെടുക്കുന്നത് അതായത് വില്ലിന്റെ. അപ്പോൾ ഒരു ഇമോഷന്റെയോ ഒരു നോളേജിന്റെയോ തീരുമാനമല്ല, ഒരു ഫ്രീ വില്ലിന്റെ തീരുമാനമാണ് മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സെൽഫിനെ സ്വീകരിച്ചത്. ഈ വാക്യം നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഒരു ഇമോഷനിൽ നിന്നോ ഒരു നോളജിൽ നിന്നോ ഉണ്ടായതല്ല, അതിനൊരു കാരണമായിരുന്നു. ഒരു നോളജ് വന്നപ്പോൾ ഒരു ഇമോഷൻ ഡെവലപ്പായി. ആ ഡെവലപ്പായ ഇമോഷനെ സ്വീകരിക്കണമോ വേണ്ട എന്ന് തീരുമാനിച്ചത് ആ വ്യക്തി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് നിങ്ങളിൽ സംഭവിക്കുന്നത്. ഇപ്പൊ മീറ്റിങ്ങിന് പാസ്റ്റർ ലിങ്ക് അയച്ചു തന്നു, ഞാൻ കുറച്ചു പേർക്കൊക്കെ കൊടുത്തു, അവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. തീരുമാനിച്ചതാരാ? ആ പാസ്റ്റർ ലിങ്ക് അയച്ചു തന്നു. വേറെ എത്ര കാര്യങ്ങളുണ്ട്, അതും കൂടെ ചെയ്തേക്കാം. ആ തീരുമാനം എടുത്തതും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മീറ്റിങ്ങിന് ജോയിൻ ചെയ്തത് നിങ്ങൾ തന്നെയാണ്. അതിനൊരു പ്രേരണയാണ് പാസ്റ്ററിൽ കൂടെ വന്നതുള്ളൂ. ഇതേപോലെയാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നാം ചെയ്യുന്ന ഏതൊരു നന്മയ്ക്കും ഏതൊരു തിന്മയ്ക്കും ഉത്തരവാദി നാം എന്ന വ്യക്തിത്വം തന്നെയാണ്. അപ്പൊ ഈ ഡിവൈൻ ലോ മനുഷ്യനോട് പറയുന്നത്, വ്യക്തിപരമായി നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്, യു ആർ എ സിന്നർ,
ഡിവൈൻ ലോ നിന്റെ മേൽ വെച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് നിത്യമായ മരണമാണ്. നോ എസ്കേപ്പ്. അപ്പോൾ നിന്റെ ഫ്രീ വില്ലിലാണ് നീ തീരുമാനമെടുത്തിരിക്കുന്നത്. നിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ആയിരുന്നു ദൈവത്തെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട് നിന്റെ സെൽഫിന്റെ ഡിസയേഴ്സ് പൂർത്തീകരിക്കുക. ഒരു നോളജ് പാമ്പിൽ കൂടെ വന്നു, അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഇമോഷൻ ഡെവലപ്പായി, വൃക്ഷഫലത്തിലേക്ക് നോക്കി, വൃക്ഷഫലം കാണുവാൻ നല്ലത്, തിന്മാൻ നല്ലത്, കാമ്യം എന്ന് കണ്ടു, ഇമോഷൻ ഡെവലപ്പായി. ആ ഇമോഷനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓർഡർ കൈക്കോ ശരീരത്തിനോ കൊടുത്തത് നിന്റെ ഫ്രീ വില്ലാണ്. ഇപ്പോൾ ഈ സുവിശേഷം കേൾക്കുന്നതിൽ കൂടെ നിന്റെ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷനെ നേരെ ചേഞ്ച് ചെയ്യുക. എന്റെ സെൽഫിനെ അവോയ്ഡ് ചെയ്ത് ഞാൻ ദൈവഹിതം അനുസരിക്കാൻ തയ്യാറാകും. മനസ്സിലായോ? ഇതിനെ പറയുന്ന പേരാണ് മാനസാന്തരം. തൽക്കാലത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷന്റെ ചേഞ്ച്, ഒരു നോളജിന്റെ ചേഞ്ച് അല്ല അൾട്ടിമേറ്റ് ഇന്റൻഷൻ ഇൻ ദ ഫ്രീ വിൽ. ഇതിന്റെ തീരുമാനമാണ്. ഇത് മാത്രമേ ഡിവൈൻ ലോ അംഗീകരിക്കുകയുള്ളൂ. അതുവരെയും നീ എന്ത് കർമ്മം ചെയ്താലും, എത്ര മാനസാന്തരത്തോട് പ്രാർത്ഥിച്ചാലും, എത്ര പാപക്ഷമയ്ക്ക് ചോദിച്ചാലും, നോ വേ, ഡിവൈൻ ലോ പറ യു ആർ എ സിന്നർ. ഇതാണ് പോള് റോമൻ ലേഖനം 7-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫ്രീ വില്ലാണ് തീരുമാനമെടുക്കുന്നത്. ഫസ്റ്റ് തീരുമാനം എന്തായിരുന്നു? നിത്യജീവനായ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് തന്റെ സ്വയത്തെ സ്വീകരിക്കാനുള്ള അന്തിമ തീരുമാനം, അൾട്ടിമേറ്റ് ഇന്റൻഷൻ, ഫ്രീ വിൽ എടുത്തു. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത് ലൂക്കോസ് 9:23. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താനെ ത്യജിക്കുക. റിനൗൺസ് യുവർ സെൽഫ് ഡിസയേഴ്സ്, റിനൗൺസ് യുവർ സെൽഫ്, ദെൻ റീപ്ലേസ് മീ. ക്രിസ്തുവിനെ സ്വീകരിക്കുക, ഡിവൈൻ ലോ അംഗീകരിക്കത്തക്കവണ്ണം. ഇനി ഈ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ദേവദാസൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ ചിത്രം കൂടെ നിങ്ങൾക്കറിയാം. വാതിലിന്റെ അടുത്തേക്ക് വരാണ്, ക്രിസ്തുവാണ് വാതില്. സ്തോത്രം. ഈ വാതിലിന്റെ കാര്യം നിങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു. ഇറ്റ്സ് ഓപ്പൺ നൗ. എല്ലാവർക്കും വേണ്ടി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിരിക്കുന്നതാണ്. ഈ വാതിലിന്റെ അടുത്ത് വരുന്ന ഏവനും സൗജന്യമായിട്ട്, ഒരു പ്രവൃത്തി വേണ്ട, ഒരു അധ്വാനം വേണ്ട, ഒന്നും വേണ്ട. അവിടെ ഒരു സ്റ്റെപ്പ് ഇല്ല, ഒരു കാവൽക്കാരനില്ല. കാവലുണ്ടായിരുന്ന കെരൂബിനെ എന്തിനാണ് കാവൽ നിർത്തിയിരുന്നത്? ആരെങ്കിലും പാപത്തോടു കൂടെ ഏദൻ തോട്ടത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഈ കെരൂബാന് വെട്ടിക്കളയും, മരണശിക്ഷ ഏൽക്കണം. ആരെങ്കിലും പാപത്തോടുകൂടെ അൾട്ടിമേറ്റ് ഇന്റൻഷനെ ചേഞ്ച് ചെയ്യാതെ ആരെങ്കിലും ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അവൻ മരണശിക്ഷ ഏൽക്കും. ഇതാണ് ഈ വാതിലിന്മേലുള്ള കെരൂബിന്റെ ചിത്രം വിളിച്ചു പറയുന്നത്. ആ മരണം സെക്കരിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്ന പോലെ വാള ഇടയിലെ വെട്ടുക. യേശു ക്രിസ്തു സ്വമേധയാ ഏറ്റെടുത്തു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം. അതിന്റെ ചിത്രം ഉണ്ടായിരുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠം. ആ യാഗപീഠം പിടിച്ചു പറയുന്നതാണ് ദേവദാസൻ നിങ്ങളോട് മാസങ്ങളായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ക്രൂശ്. ദൈവക്രോധം, പാപത്തോടുള്ള ദൈവക്രോധം എന്താണെന്ന് കാണിക്കുന്നതാണ് ഏലിയാവിന്റെ യാഗം. ആ യാഗപീഠത്തിരിക്കുന്ന യാഗവസ്തു ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നിന്റെ വ്യക്തിപരമായി നിന്റെ ഫ്രീ വില്ല് നീ എടുത്ത തീരുമാനം, അൾട്ടിമേറ്റ് ഇന്റൻഷൻ, നിന്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണോ? ഏത് വിധത്തിലായാലും, ഏത് സുവിശേഷം കേട്ടാൽ, ഏത് വിധത്തിലായാലും നീ ഈ വാതിലിനോട് സമീപിച്ചാൽ നിന്റെ മേൽ വരുന്നത് മരണമായിരിക്കും. അൺലെസ് അതർവൈസ് യു ചേഞ്ച് യുവർ അൾട്ടിമേറ്റ് ഇന്റൻഷൻ, അത് നിന്റെ സെൽഫിനെ റിനൗൺസ് ചെയ്ത് ഡിവൈൻ ലോക്ക് ഞാൻ കീഴ്പ്പെട്ടുകൊള്ളാം, ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഞാൻ കീഴ്പ്പെട്ടുകൊള്ളാം എന്ന തീരുമാനമില്ലാതെ ആര് വാതിലിന്റെ അടുത്ത് വന്നാലും പ്രവേശനമില്ല, മരണം തന്നെയാണ്. ഇതിനാണ് ഈ ക്രൂശിക്കപ്പെട്ടവരായി ക്രിസ്തുവിന്റെ സുവിശേഷം ഇങ്ങനെയൊക്കെ ചിത്രങ്ങളിൽ കൂടെ വിവരിക്കുന്നത്.
ഇനി കുറച്ച് കാര്യത്തിലേക്ക് ഈ ചിത്രത്തിൽ കൂടെ തന്നെ വിവരിക്കാം. ദേവദാസൻ നിങ്ങൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഈ വാതിൽ കൂടെ പ്രവേശിക്കുന്നത് എവിടേക്കാണ് പ്രവേശിക്കുന്നത്? ദൈവരാജ്യത്തിലേക്ക്. ഈ ദൈവരാജ്യത്തിന്റെ ലോയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ഗവൺമെന്റ് ലോയും ദൈവരാജ്യത്തിന്റെ ലോയും കൂടി കമ്പയർ ചെയ്ത് പറയാം. ദൈവരാജ്യത്തിന്റെ ലോയ്ക്ക് പറയുന്നതാണ് മോറൽ ലോ. നമ്മുടെ ഫിസിക്കൽ ഗവൺമെന്റുകൾ പറയുന്നതാണ് ഫിസിക്കൽ ലോ. നമ്മൾ ആരും ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ ഫിസിക്കൽ ലോ അനുസരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കേരളത്തില് ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ട്, MVD. ഫോർ എക്സാമ്പിൾ, 2 വീലറിൽ തന്നെ 2 പേരെ യാത്ര ചെയ്യാൻ പാടുള്ളൂ. 2 പേരും ഹെൽമെറ്റ് ധരിക്കണം. AI ക്യാമറയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കൊച്ചു കുഞ്ഞുങ്ങളും കൊണ്ടുപോകുന്നത് അതിന് വേണ്ടി കൺസെഷൻ പിന്നെ കൊടുത്തു. പക്ഷെ 2 പേരും യാത്ര ചെയ്യാൻ പാടുള്ള. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ വെക്കാം എന്നൊരു കൺസിഡറേഷൻ. അത് വന്ന സമയത്ത് വലിയ ന്യൂസുകളായിരുന്നു, വലിയ പോലീസ് ചെക്കിങ്ങുകളായിരുന്നു. ഇപ്പൊ ഞാൻ റോഡിൽ പോകുമ്പോ ഈ 2 പേരുന്നുള്ള ഒന്നായി. ഇതിന് നിയമം പരിപാലകരായിട്ട്, നിയമപാലകരായിട്ട് പോലീസുകാർക്ക് ഉത്തരവാദിത്വം കൊടുത്തിരുന്നു. എന്താണ്? 2 പേരും ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പിടിച്ച് 500 രൂപ ഫൈൻ ചെയ്യാം. ഈ നിയമപാലകർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, പിടിക്കുക, വേറെ ഒന്നുമില്ല, അവർ ബ്ലൈൻഡ് ആയിട്ട് ഫൈൻ കൊടുക്കുക. നിയമപാലകര് നിയമം ശരിയായ രീതിയിൽ നിയമപാലനം നടത്താത്തതുകൊണ്ട് എന്തായി? ഇത് മിക്കവാറും പേർക്ക് ആ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പോലീസ് കണ്ടുവെട്ടിക്കാം. എന്തായി? നിയമപാലനം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ളൊരു മനോഭാവം രാജ്യത്തിന്റെ പ്രജകൾക്കുള്ളിൽ കടന്നു വരികയും അവര് നിയമം അനുസരിക്കുന്നത് ത്യജിക്കുകയും ചെയ്തു. എന്നാൽ 89-ാം സങ്കീർത്തനം 34-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് ഭേദഗതി വരുത്തുകയില്ല. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകത മനസ്സിലാവുകയുള്ളൂ. പാപക്ഷമ എങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ദൈവരാജ്യത്തിന് ഒരു ഡിവൈൻ ലോ ഉണ്ട്, മോറൽ ലോ. അത് ഇളവ് ചെയ്യുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഈ മോറൽ ലോ എന്ന് പറയുന്നത് ദൈവം ഉണ്ടാക്കിയ ലോ അല്ല. പലരുടെക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവം സുപ്രീമാണല്ലോ, സർവാധികാരിയാണോ. ദൈവത്തിന്റെ ഓർബിട്രറി വിൽ അല്ലെങ്കിൽ സ്വേച്ഛ അധികാരത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ദൈവ നിയമങ്ങൾ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. നോ. ഈ ദൈവരാജ്യത്തിലെ പ്രജകൾ തമ്മിൽ, ദൈവം, മനുഷ്യർ, ദൂതന്മാർ തമ്മിലുള്ള ബന്ധത്തെ അവരുടെ ഹൃദയങ്ങളിൽ നൽകപ്പെടുന്ന പ്രേരണകൾ അനുസരിച്ചുകൊണ്ട് ഡു ഗുഡ് ടു അതേഴ്സ്. ഇതാണ് അഗാപ്പെ ലവ് എന്ന് പറയുന്നത്. ഈ ദൈവരാജ്യത്തിലെ പ്രജകൾക്ക് അവിടെ ഹൃദയത്തിൽ നൽകപ്പെടുന്ന പ്രേരണ അനുസരിച്ചുകൊണ്ട് നന്മ എന്താണോ, നല്ലത് എന്താണോ, അവർക്കത് ചെയ്യുക. ഇതാണ് ഡിവൈൻ ലോയുടെ ക്രീം എന്ന് പറയുന്നത്. ഇതാണ് ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. ശത്രുക്കളും മനസ്സുകൊണ്ട് ആകുന്നവരുമായി നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലത് എന്തെന്ന് കാണുവാൻ, പാപികളും ദോഷികളായ മനുഷ്യര് കോടാനുകോടി വർഷങ്ങൾ നരകത്തിൽ വെന്തെരിയുന്നതിനേക്കാൾ തന്റെ പുത്രൻ അല്പസമയം വെന്തെരിയുന്നത് നല്ലതെന്ന് കണ്ടതാണ് ഈ ക്രൂശിൽ പ്രദർശിപ്പിച്ച ദൈവസ്നേഹം. അവിടേക്ക് വരാം. അപ്പോൾ ഡിവൈൻ ലോയുടെ നേച്ചർ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക, അനുസരിക്കുന്നവനെ മറ്റുള്ളവർക്കും പ്രേരണ കൊടുക്കത്തക്കവണ്ണം പരിപാലിക്കുകയും സംരക്ഷിക്കുകയും പ്രതിഫലവും കൊടുക്കുകയും ചെയ്യുക. മൂന്നാമത്തെ ഒരു ക്വാളിറ്റിയാണ് പബ്ലിക് ജസ്റ്റിസ് എന്ന് പറയും. അതായത് മറ്റുള്ളവര് ഒരു രാജ്യത്തിൽ ഒരു തെറ്റ് ചെയ്താൽ നിഷ്കളങ്കരായ മനുഷ്യൻ എപ്പോഴും പറഞ്ഞത് എന്താ? അവര് തെറ്റുകാരൻ ഒരു പടി കൊടുത്തേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പബ്ലിക് റോഡിൽ നിൽക്കുകയാണ്, ഒരു ഗർഭിണിയായ സ്ത്രീയെ ആരെങ്കിലും പബ്ലിക്കായിട്ട് മർദ്ദിക്കുന്ന ഉടനെ നമ്മൾ മറ്റൊന്നും നോക്കുകയില്ല, ആ മർദ്ദിക്കുന്നതിനെ പിടിച്ച് ഇളക്കി 2 അടി കൊടുക്കാൻ പറ്റുക, അടി കൊടുത്ത് ആ സ്ത്രീയെ രക്ഷിക്കും. നമ്മുടെ മനസ്സാൽ നമ്മുടെ പബ്ലിക് ജസ്റ്റിസ് പറയുന്നതാണ്. മനുഷ്യ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ഡിവൈൻ ലോയുടെ ഒരു ക്വാളിറ്റി ഞാൻ പറയുകയാണ്. 3-4 പ്രത്യേകിച്ച് പറയുന്നു, തെറ്റ് ചെയ്യുന്നവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം, ലോ മാറുകയില്ല. മറ്റൊരു ക്വാളിറ്റിയാണ് അനുസരിക്കുന്നവന് ദൈവരാജ്യത്തിന്റെ ശക്തിക്കും അധികാരത്തിനൊത്തവണ സംരക്ഷണവും പ്രതിഫലം കൊടുക്കുക. 3-ാമത്തെ കാര്യമാണ് പബ്ലിക് ജസ്റ്റിസിന്, ഈ ദൈവരാജ്യത്തിലെ പ്രജകളുടെ പബ്ലിക് ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുക. ഇതാണ് താൻ സ്നാനപ്പെടുന്ന സമയത്ത് യോഹന്നാന്റെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ
സർവനീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത മനുഷ്യന്റെ മേലുള്ള ശിക്ഷ നടപ്പിലാക്കണം. അനുസരിക്കുന്നവന് സംരക്ഷണവും പ്രതിഫലവും കൊടുക്കണം. ദൈവരാജ്യത്തിലുള്ള പ്രജകൾക്ക് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ജസ്റ്റിസ് നടത്തണം. ഇതറിഞ്ഞുകൊണ്ടാണ് സൃഷ്ടിതാവായ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഇത് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ ദാസൻ KV സൈമൺ സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം. നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കണം. ഈ സർവചരാചരത്തെയും ചന്തം ഉചിതമായി സൃഷ്ടിച്ച് തന്റെ വചനപ്രകാരം സകലത്തെ പ്രൊപ്പൽ ചെയ്യുന്ന എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങള്, തന്റെ വചനത്തെ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, മനുഷ്യനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം. മനുഷ്യൻ ശിക്ഷ മാത്രമേ അർഹിക്കുന്നുള്ളൂ. അതേ ദൈവം തന്നെയാണ് ലൂസിഫർ സംഘത്തെ ശിക്ഷ വിധിച്ചെന്ന് ഓർക്കണം. അവർക്ക് വേണ്ടി ഒരു പ്രാശ്ചിത്വം ഒരുക്കിയില്ല. സമാനമായ ഒരു മോറൽ ഏജന്റ് ആയിരിക്കുന്ന മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ ഇവനെ റിഡീം ചെയ്യാനുള്ള പ്ലാനാണ് ദൈവം ആദ്യം റിവീൽ ചെയ്തത്. അതിലൊരു ചിത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സ്തോത്രം. മനുഷ്യൻ 1-ാം മനുഷ്യൻ ആദാമിന്റെ സന്തതികളാണ് ഈ ഭൂമിയിലുള്ള സകലരും. എന്നാൽ അവരുടെ എന്താ പറഞ്ഞ ജനറ്റിക് ഹെഡാണ് ആദാം, 1-ാം മനുഷ്യനായ ആദാം. എന്നാൽ സ്പിരിച്വലായിട്ടോ അവരുടെ ഹെഡ് ആരാണ്? സൈറ്റാൻ. നമ്മൾ എഫെസ്യർ 2-ാം അധ്യായത്തിൽ വായിച്ചാൽ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയായവനെയും സേവിച്ചനുസരിച്ച് നടന്നു. ഇതാണ് ലോകത്തിലെ സകല മനുഷ്യരും. അവിടെ സ്പിരിച്വൽ ഹെഡ് ആരാണ്? സൈറ്റാൻ. അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. അവിടെ ജനറ്റിക് ഹെഡാണ് ആദാം. ഇതിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഒരു പ്ലാന് പറയുന്നതാണ് ദ കവനന്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത്. കവനന്റ് ഓഫ് റിഡംഷൻ നീ ശരിക്കും മനസ്സിലാക്കണം. എന്നാലും നിങ്ങൾക്ക് ഈ കൃത്യമായ പോയിന്റ് മനസ്സിലാവുള്ള കുറച്ച് ഹാർഡാണ്. പക്ഷെ ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ വീണ്ടും കാണുക, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കും. പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള ഒരു കവനന്റ് ആണ് ദ കവനന്റ് ഓഫ് റിഡംഷൻ, അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ ഉടമ്പടി എന്ന് പറയുന്നത്. അതായത് ആദാമിന്റെ സന്തതികളായി പാപികളായ മനുഷ്യരെ വീണ്ടെടുത്ത് താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഒരു കൂട്ടം ജനത്തെ വിശുദ്ധരാക്കി തന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് പിതാവായ ദൈവം പുത്രനുമായിട്ടൊരു ഡിമാൻഡ് വെക്കുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. സകല ഗോത്ര ഭാഷകളിൽ വംശങ്ങളിൽ നിന്ന് തന്റെ പിതാവായ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമായി തിരഞ്ഞെടുത്തു. എങ്ങനെ? തന്റെ രക്തം കൊണ്ട് വിലക്കി വാങ്ങി. പുത്രൻ പറയുന്നത് അതിനാവശ്യമായുള്ള അറ്റോൺമെന്റ് ഞാൻ നടത്തിക്കൊള്ളാം. സ്തോത്രം. അങ്ങനെ ആ കവനന്റ് നിവർത്തിക്കപ്പെടുന്നതാണ് ക്രൂശിൽ. അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച്. റോമാലേഖനം, ഞാനിതിന് വചനങ്ങൾ എടുത്ത് വായിക്കാത്തത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ 5-ാം വാക്യം, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ കൃപയും അപ്പസ്തോലം പ്രാപിച്ചതിനാണ് വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടിയതിന്. ഒരു വാക്ക് അവിടെ ഉണ്ട്, മിക്കവാറും ആരും പ്രസംഗിക്കാറില്ല. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചിരിക്കുന്നത്. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. ഇത് പറയുമ്പോഴാണ് പെന്തിക്കോസ്ത് കോളം കിടന്ന് ഉലയുന്നത്. ഞാൻ ദൈവം പാപം ക്ഷമിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ
90% ആൻസർ അതിനോട് കറസ്പോണ്ട് വിശ്വാസത്തിന് അനുസരണം എന്നൊരു വാക്കാരണത്തിൽ വന്നില്ല. ദൈവത്തോട് ക്ഷമ ചോദിച്ച ക്ഷമ കിട്ടുമെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം അവനെ മരിച്ചയുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് കവനന്റ് ഓഫ് റിഡംപ്ഷൻ സക്സസ് ആയി. എന്നിട്ട് പറയാണ്, മനുഷ്യ നിന്റെ മേലുള്ള പാപത്തിന്റെ ശിക്ഷയ്ക്ക് പകരമായിട്ട് ഞാനിത് പുത്രനെ സൗജന്യമായിട്ട് തന്നിരിക്കുന്നു. എന്നിട്ട് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ കൂടി വിളിച്ചു പറയാണ്, വിശ്വസിക്കുന്ന ഏവരും അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. ഇറ്റ്സ് ഓപ്പൺ ടു എവരിവൺ. വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തം, അറ്റോൺമെന്റ്, എക്സ്പിയേഷൻ ആകേണ്ടതിന് ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വിശ്വസിക്കുന്നവന് എന്താ ലഭിക്കുന്നത്? ഫ്രീ ജസ്റ്റിഫിക്കേഷൻ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. പാപം ക്ഷമിച്ചു കിട്ടിയവരായിട്ടല്ല. യേശു ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാത്തവരെ പോലെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അനുസരണത്തിലേക്ക് വരുന്നവരെ ഡിവൈൻ ജസ്റ്റിസ്, ഡിവൈൻ ലോ കണക്കിടുന്നത് ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ദൈവം അവനെ അതായത് കവനന്റ് ഓഫ് റിഡംപ്ഷൻ പൂർത്തീകരിച്ചിട്ട്, വീണ്ടെടുപ്പിന്റെ ഉടമ്പടി പൂർത്തീകരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നവന്റെ നാമത്തിലാണ് ഞങ്ങൾ സകല ജാതിയോടും സുവിശേഷം അറിയിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചെന്തായിരുന്നു? ഡിസൊബീഡിയൻസ്, പുറത്താക്കപ്പെട്ടു. തിരിച്ചു വരണമെങ്കിൽ എന്ത് വേണം? ഒബീഡിയൻസിലേക്ക് തിരിച്ചു വരണം. ഇവിടെയാണ് ഒരു തെറ്റായ ഉപദേശം പല കൾട്ടുകളും കൊണ്ടുവരുന്നത്. ഇന്നിവിടെ പ്രമുഖന്മാർ പലരും പഠിപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തു അനുസരിച്ചത് കൊണ്ട് അവനെ വിശ്വസിക്കുന്നവന് ഇനി അനുസരിക്കേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിന്റെ ഒബീഡിയൻസ് വിശ്വസിക്കുന്നവർക്ക് സബ്സ്റ്റിറ്റ്യൂഷനായി. ഇറ്റ്സ് എ ഫൂളിഷ്നെസ്. കാൽവിനിസത്തിന്റെ ഒരു റൂട്ടാണത്. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കുന്നിടത്തോളം അവന്റെ സെൽഫ് എക്സിസ്റ്റൻസിന് വേണ്ടി ഡിവൈൻ ലോ അവൻ തന്നെ അവന് വേണ്ടി അനുസരിച്ചേ മതിയാകുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ലളിതമായ ഭാഷയാണ്. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കെ അവന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി അവൻ ഡിവൈൻ ലോയെ പൂർണ്ണമായും അനുസരിച്ചേ മതിയാകുള്ളൂ. അതാണ് നാം ഫിലിപ്പിയൻ ലേഖനത്തിൽ വായിക്കുന്നത്. അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം മനുഷ്യരോട് പറയാണ്, മനുഷ്യ നിന്റെ അവസ്ഥ, നിന്റെ സ്പിരിച്വൽ ഹെഡ് സേറ്റാൻ അല്ലെങ്കിൽ ഡിസോബീഡിയൻസ്, ചിൽഡ്രൻ ഓഫ് ഡിസോബീഡിയൻസ് എന്നാണ് നിന്റെ മേല് ഡിവൈൻ ലോ പറഞ്ഞിരിക്കുന്ന പേര്. നിന്റെ മേലുള്ളത് നിത്യമായ മരണം എന്ന ശിക്ഷയാണ്. എന്നാൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് പകരമായി ഞാൻ പുത്രനെ നൽകി നിന്റെ മേൽ പേഴ്സണൽ ആയിട്ടുള്ള സിന്നിന്റെ കോൺസിക്വൻസ് ആയിരിക്കുന്ന നിത്യമായ മരണം എന്ന ശിക്ഷ എന്റെ പുത്രന്റെ മേൽ നടത്തി അവരിതാ മരിച്ചവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. നീ അവനെ സ്വീകരിക്കുന്നുവെങ്കിൽ, സ്തോത്രം, നീ അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്നെ ഞാൻ സൗജന്യമായിട്ട് നീതീകരിക്കാം. നിനക്ക് പാപം ക്ഷമിച്ച് കിട്ടിയതുപോലെയല്ല, യേശു ഒരു കാലത്ത് പാപം ചെയ്യാതിരുന്നത് പോലെ നിന്നെയും ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് കണക്കിടുന്നത്. ഇതാണ് ഈ കൃപാസനം വിളിച്ചു പറയുന്നത്. കൃപാസനത്തെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ കൃപാസനം പറയുന്നത് ഇതാണ്. സ്തോത്രം, മറയ്ക്കുകയാണ് ചെയ്തത്. ഡിവൈൻ ലോയുടെ സ്വഭാവം ഇന്ന് അങ്ങനെ തന്നെയാണ്. നീ പാപി, നീ പാപി, നീ മരണയോഗ്യ. ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇനി അടുത്തൊരു സ്റ്റെപ്പാണ്, എന്തിനാണ് ഈ അനുസരണത്തിന്റെ ആവശ്യകത? നമ്മുടെ സ്വഭാവം റോമാലേഖനം 7 പോൾ പറയുന്നത് എന്താണ്? എന്തിനു ചെന്നാലും സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ദൈവത്തിന് അടുത്ത് ചെല്ലുന്നത്. നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ, സ്വർഗത്തിൽ പോവാൻ, നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, ഭൂമിയിലെ ജീവിതം സുഖകരമാകാൻ. നീ പറഞ്ഞല്ലോ, TPM പറഞ്ഞിരിക്കുകയാണ്, വിളിച്ചിരിക്കുകയാണ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരാൻ. കത്തോലിക്കിനോട് പറയാം, ഇവിടെ 99% കാത്തലിക്സാണ്. അവരോട് പറയാണ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരാം. അവർ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മള്
ഈ ഒബീഡിയൻസിലേക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ചിത്രത്തിലേക്ക് വീണ്ടും വരുന്നത്. വാതിലിലേക്ക് പ്രവേശിച്ചു, ഫ്രീ ജസ്റ്റിഫിക്കേഷൻ കിട്ടി, ക്രൂശിന്റെ സുവിശേഷം കേൾക്കാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠം, നിന്റെ പാപത്തിന് പരിഹാരമായി ദൈവക്രോധം, ആ ക്രോധത്തിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപുത്രൻ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സുവിശേഷം കേൾക്കുമ്പോൾ നിനക്ക് ഹൃദയത്തിൽ നിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ആകണം. എനിക്ക് എന്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ജീവിക്കേണ്ട, എനിക്ക് വേണ്ടി മരിച്ചുയർത്തെന്നൊരുവിന് വേണ്ടി എനിക്ക് ജീവിക്കണം. അങ്ങനെയുള്ളവർ എടുക്കുന്ന ഒരു തീരുമാനമാണ് യേശു ക്രിസ്തുവിനോട് ചേരണം, എനിക്ക് അവനുമായിട്ട് എനിക്ക് ഏകാത്മാവാകണം. അങ്ങനെയുള്ളവർ തീരുമാനിക്കുന്ന ഒരു കാര്യം ആണ് ഈ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ദേവദാസ് നിങ്ങളെ വളരെ കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു സിംബോളിക്കാണ് ഈ താമര തൊട്ടി എന്ന് പറയുന്നത്. ഇത് കഴിയുമ്പോഴാണ് ഈ അകത്തേട്ടുള്ള പ്രവേശനം കിട്ടുന്നത്. അവിടെ അരശേക്കൽ വെള്ളി, നിവരെ നിൽക്കുന്ന പലകളെ നിർത്തിയിരിക്കുന്നത് അരശേക്കൽ വെള്ളിയിലാണ്. ഈ അരശേക്കൽ വെള്ളി പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, വീണ്ടെടുപ്പിന്റെ വിലയായിട്ട് ധനവാനായാലും ദരിദ്രനായാലും ഏവനും അരശേക്കൽ വെള്ളി കൊടുക്കണം. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ നിവരെ നിൽക്കുന്ന പലകളുടെ ചുവടായിട്ട്. പിന്നെ ഒന്നാണ് വെള്ളിക്കാകളം, അടിപ്പ് പണിയായിട്ട് ഉണ്ടാക്കേണ്ട വെള്ളിക്കാകളം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഈ നിവരെ നിൽക്കുന്ന പലകകൾ എന്ന് പറഞ്ഞാൽ ഗതിരമരം കൊണ്ട് വെട്ടിക്കൊണ്ടുവന്ന് അവയെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് 5 അന്താഴങ്ങളിട്ട് ലോക്ക് ചെയ്യും. അതിലൊരു അന്താഴം സെൻട്രിൽ കൂടെ കടന്നു പോകുന്ന ഈ മഞ്ഞ കളറുകളുടെ ചിത്രം നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കും. ഈ 5 വിധ അന്താഴങ്ങളാണ് 5 വിധ കൃപകൾ പറഞ്ഞിരിക്കുന്നത്, ശുശ്രൂഷകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അതിൽ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപദേശം. ഈ അരശേക്കൽ വെള്ളിയിൽ നിന്ന് ഈ 5 അന്താഴങ്ങൾ ഇടപെട്ട ഒരു സോളിനെ, ഒരു വ്യക്തിയെ സേറ്റാനല്ല, ഏത് വലിയ പ്രവാചകൻ വന്നാലും നിങ്ങളുടെ ഹൃദയത്തിൽ സത്യം നിലനിൽക്കുന്നിടത്തോളം ഒരു ഇമോഷനും ഡെവലപ്പ് ആകുകയില്ല. അതിനെ റിനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും, ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. യു ആർ റോങ്, യു ആർ റോങ്, യു ആർ റോങ്. എന്തറിയോ, നിന്നെ നിർത്തിയിരിക്കുന്നത് അരശേക്കൽ വെള്ളിയിലാണ്. ഈ അരശേക്കൽ വെള്ളിയിൽ നീ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് അറിയാനാണ് ഈ പരിശോധന വരുന്നത്. ഈ കഷ്ടതകളും പരിശോധനകളും വിശ്വാസത്തിന്റെ പരിശോധനയൊക്കെ എന്ന് പറയുന്നത് നിനക്ക് വേണ്ടി വില കൊടുത്ത് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൽ നീ വസിക്കുമോ ഇല്ലയോ. ഹല്ലേലൂയ. ഇതിൽ നിന്ന് അവസ്ഥ തെറ്റുന്ന ഒരു കൂട്ടരെ കുറിച്ചാണ് വിലാപങ്ങളുടെ പുസ്തകം ഒന്ന് എടുക്കണം. വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തില്, ലാമെന്റേഷൻസ് 4-ാം അധ്യായത്തില് 1-ാം വാക്യം, ഈ അരശേക്കൽ വെള്ളിയിന്മേൽ നിൽക്കുന്ന പലകകൾ എങ്ങനെയാണ്, അവിടെയാണ് നമ്മുടെ സ്ഥാനം. നിവരെ നിൽക്കുന്ന പലകകള്, ഉപദേശത്തിന്റെ കാറ്റിനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വലിയാതെ നിവരെ നിൽക്കുന്ന പലകിൽ, ആസ് ലോങ് ആസ് യു ഡിപ്പെൻഡ് ഓൺ ദ റിഡംപ്ഷൻ ഓഫ് ക്രൈസ്റ്റ്, വീണ്ടെടുപ്പ് വിലയായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ നിൽക്കുന്നെങ്കിൽ ഒരു കാറ്റിനും, ഒരു തെറ്റായ ഉപദേശത്തിനോ, ഒരു സേറ്റാനോ ഒന്നിനും നിന്നെ വലയ്ക്കാൻ സാധ്യമല്ല. എന്നാൽ അതിൽ നിന്ന് തെറ്റുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, അയ്യോ പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രക്തങ്ങൾ സകല വീതികളെയും തലക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു, തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ പുത്രിമാരെ, വിശിഷ്ട പുത്രിമാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നു. എവിടെ കിടക്കുന്നേ? വിശുദ്ധ രക്തങ്ങൾ സകല വീതികളുടെ തലക്കിൽ ചൊരിഞ്ഞു കിടക്കുന്നു. സകല വീതികളും വഴികളിൽ ചൊരിഞ്ഞു കിടക്കുകയാണ്. വഴിയെ പോകുന്ന ക്യാൻസറുള്ള രോഗികൾ തുപ്പുന്നു, വഴിയെ പോകുന്ന നായ് മൂത്രമൊഴിക്കുന്നു. നായാരാ? ഇന്ന് പ്രമുഖരായ പലരും സുവിശേഷത്തിനെതിരായി സംസാരിക്കുന്ന വലിയ പ്രമുഖന്മാരോടെയുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ദേവദാസൻ ദിവസങ്ങൾ ക്ലാസ്സുകൾ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവർക്ക് പേര് വിളിച്ചു പറയുന്നില്ല. കൃപയാണ്, കൈയടിക്കാൻ പാടില്ല, അന്യഭാഷ പറയാൻ പാടില്ല, പാട്ട് ഉച്ചത്തിൽ പാട്ട് പറയാൻ പാടില്ല, വീട്ടിൽ പാടിയാൽ മതി. എന്തൊക്കെയാണെന്നറിയാം? വീണവൻ, സദൃശവാക്യങ്ങൾ 1-ാം അധ്യായത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, വീണവൻ മറ്റൊരുവന് വീഴ്ചല്ലാതെ ഉറങ്ങുകയില്ല, അതിന് ഉറക്കം വരില്ല. സ്തോത്രം. അപ്പോൾ ഈ നിവരെ നിൽക്കുന്ന പലകകള്
നിങ്ങൾ വെള്ളിച്ചുവടിൽ നിൽക്കുന്നോ ഉണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയാണ് പരിശോധനകൾ. ആ വെള്ളിച്ചുവടിൽ നിന്നാൽ ഒരു കാര്യവും നിങ്ങളെ വീഴ്ത്തുകയില്ല. ഇത് ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിച്ച് സേറ്റാനിക് കിങ്ഡത്തോട് പോരാടി, ദുഷ്ട ഉപദേശകന്മാരോട് പോരാടി, തെറ്റായ ഉപദേശങ്ങളോട് പോരാടി നിന്ന് അനുഭവിച്ചറിഞ്ഞ് കർത്താവിന്റെ വലിയ കൃപയാൽ അവൻ നിർത്തി അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവം പാപം ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്, പാപം മറക്കുകയാണ് ചെയ്യുന്നത്. പാപം മറയ്ക്കുന്നു ആസ് ലോങ് ആസ് യു അബൈഡ് ഇൻ ക്രൈസ്റ്റ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ കൃപാസനത്തിന്റെ ഹീബ്രുവിൽ വിളിക്കുന്ന പേരാണ് കഫാർ. കവർ എന്ന് അർത്ഥമുള്ള കഫാർ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ കവർ. നിയമം വിധിക്കുന്ന മരണശിക്ഷയെ കവർ ചെയ്യുക. ക്രിസ്തുവിൽ നീ മറഞ്ഞാൽ നിനക്ക് പാപം ക്ഷമിച്ച് കിട്ടിയതായിട്ടല്ല, നിന്നെ ദൈവം കണക്കിടുന്നത്, ഡിവൈൻ ലോ കണക്കിടുന്നത് യേശു ക്രിസ്തു ഒരു നാളും പാപം ചെയ്യാത്തിരുന്നത് പോലെ പാപം ചെയ്യാത്തവരായിട്ടാണ്. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വെള്ളക്കല്ല് കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. സ്തോത്രം. അന്ന് കാലത്ത് ഒരു ന്യായവിസ്താര സഭയിൽ ഒരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ടുവന്നാൽ അവനെ വിസ്തരിച്ചിട്ട് അവൻ തെറ്റുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു കറുത്ത കല്ല് കൊടുക്കും. കറുത്ത കല്ല് കൊടുത്താൽ അവൻ ചെയ്ത കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷ അവന് കൊടുക്കണം. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കണ്ടാൽ അവന് കുറ്റവിമുക്തനാക്കിയാൽ, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കണ്ടാൽ അവനൊരു വെള്ളക്കല്ല് കൊടുക്കും എന്ന് പറഞ്ഞാൽ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് തരുമെന്ന് പറയുന്നത്. ജയിക്കുന്ന എവിടെയാണ്? അരശേക്കൽ വെള്ളിയിൽ നിൽക്കുക. ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വിലയായ, നമ്മുടെ വീണ്ടെടുപ്പ് വിലയായ ക്രിസ്തുവിന്റെ രക്തം ഇതിൽ നിന്നാൽ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രവൃത്തികളല്ല, നിന്റെ പ്രാർത്ഥന ശക്തിയല്ല, അവന്റെ കൃപയാൽ വിശ്വാസം പോലും ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിത്യമായി നരകത്തിൽ പോയി വെന്തിരിക്കുന്നതിന് പകരം എന്നെ സ്നേഹിക്കുന്നവനായ ദൈവം തന്റെ പുത്രൻ അല്പസമയം വെന്തിരിക്കാൻ തക്കവണ്ണം അവന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും ഞാൻ പോയി വെന്തിരിയേണ്ട സ്ഥാനത്ത് പാതാളത്തിൽ പോയി കടന്നുപോയി മരണം അനുഭവിച്ചു. അയ്യോ, ഇതെല്ലാം മറ്റു ഉപദേശന്മാരെ കേട്ട് കഴിഞ്ഞാൽ പറയും, എന്റെ കർത്താവ്, എന്റെ കർത്താവ് ഭയങ്കര സ്നേഹം, എന്റെ പ്രാണ ആത്മാവ് പാതാളത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറയുന്നവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, പാപം ആരംഭിച്ചത് എവിടെയാണ്? മനുഷ്യന്റെ പ്രാണനിൽ. മനുഷ്യന്റെ പ്രാണനാണ് ഇന്റലക്ട് ഉള്ളത്. അവിടെയാണ് സേറ്റാൻ ഇന്ന് കടന്നു വന്നിട്ടുള്ള ഉപദേശം സ്വീകരിക്കുകയും ഇമോഷൻ മാറിയത്. ഇമോഷൻ മാറിയപ്പോഴാണ് ശരീരം കൊണ്ട് പാപം ചെയ്തത്. അപ്പൊ ശരീരത്തിൽ ശിക്ഷ വിധിച്ചുകൊണ്ടായില്ല, പ്രാണനും ആത്മാവിനും ശിക്ഷ അനുഭവിക്കണം. യേശു ക്രിസ്തു മനുഷ്യന് പകരക്കാരനായി പ്രാണനും ആത്മാവിലും ശരീരത്തിലും ശിക്ഷ അനുഭവിച്ചു. ഇതാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായത്. അവന്റെ ഒബീഡിയൻസ് അല്ല നമുക്ക് പകരമാവുന്നത്, അവന്റെ കഷ്ടാനുഭവം, അവന്റെ യാഗം. ഹല്ലേലൂയ. ഇതാണ് ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മൾ അറിയിക്കുന്നത്. അവിടെ നല്ല മനസ്സോടെ നിന്റെ ഹൃദയത്തെ കൊടുക്കുന്നെങ്കിൽ, ഈ അരശേക്കൽ വെള്ളിയിൽ നിന്ന് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയില് നീ പൊന്നായി തെളിയുകയാണെങ്കിൽ നിന്നിൽ ആരെയെ പണി നടക്കും. അല്ലെങ്കിൽ പെന്തിക്കോസിൽ ചേരാം, രജിസ്റ്ററിൽ പേരുണ്ടാകാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം തുടങ്ങിയുള്ള പ്രവൃത്തികൾ നിന്നിൽ നടക്കുകയില്ല. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി സ്വർഗത്തിൽ വാഴുന്നത് പോലെ നീ ക്ഷണിച്ചാൽ പോലും നിന്നിൽ വാഴുന്നത് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി അവന്റെ ചെങ്കോല് നിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ച്, അവന്റെ രാജ്യത്തിന്റെ ചെങ്കോല് നിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ച് നിന്നിലും സ്വർഗത്തിലും ഭൂമിയിലും നിന്നിൽ കൂടെ കർത്തൃത്വം നടത്തും. ഇത് അനുഭവിക്കുന്നതാണ് ദൈവസഭ. വ്യക്തിപരമായി അനുഭവിക്കാൻ ഓരോ വിശ്വാസിക്കും സാധിക്കും. ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം കൂടി സ്ഥാപിച്ചിട്ട് നമുക്ക് വിരമിക്കാൻ നോക്കാം. സ്തോത്രം. എന്തിനാണ് യേശുവിന്റെ ഹൃദയത്തിൽ വാഴുക സ്വീകരിക്കേണ്ട ആവശ്യകത? പ്രായശ്ചിത്തം നടന്നല്ലോ, അതിൽ വിശ്വസിച്ചാൽ മതി. ഒരാൾ പറഞ്ഞതില് ചെറിയൊരു ട്രേസ് അങ്ങനെ ഒരു വിശ്വാസം കടന്നു വന്നു. അതിന് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സാൽവേഷൻ. യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി പാപപരിഹാരമായി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതിൽ വിശ്വസിച്ചാൽ മതി. വിശ്വാസത്തിൽ മിക്കവരും പേരുടെ വിശ്വാസം അത്രയേ ഉള്ളൂ. അത് വിശ്വാസമല്ല, അതൊരു നോളേജ് ആണ്.
സ്തോത്രം. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. സ്തോത്രം. ബൈബിൾ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ബൈബിൾ എന്ന് പറയുന്നത് സത്യവേദ പുസ്തകം. ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് ക്രിസ്തു ആരാണെന്നും ക്രിസ്തു മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വിവരിക്കുന്ന ഒരു ദൈവിക ആലോചനയാണ്, ഈ ദൈവിക വെളിപ്പാടുകളാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, ക്രിസ്തു ആരാണെന്നും മനുഷ്യൻ ആരാണെന്നും ക്രിസ്തുവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. വീണ്ടും പറയാം, ക്രിസ്തു ആരാണെന്നും മനുഷ്യൻ ആരാണെന്നും ക്രിസ്തുവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വിവരിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് മറ്റൊരു ബുക്ക് ഒന്ന് എടുത്ത്, ഈ ഏറ്റവും വൈറ്റ് കളർ ബുക്ക്. സ്തോത്രം. ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. സ്തോത്രം. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല. വിശ്വാസിയുമായുള്ള ക്രിസ്തുവിന്റെ ബന്ധങ്ങൾ എന്നൊരു പുസ്തകമാണ്. സ്തോത്രം. ഇതിന്റെ PDF ഫയല് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിന് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അല്ല, ഫിസിക്കലായിട്ട് ബുക്ക് താല്പര്യമുള്ളവർ, ഇന്ത്യയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ദേവദാസനുമായിട്ട് ബന്ധപ്പെടുക, നിങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഇന്ത്യയിലുള്ളവർക്ക്. മറ്റുള്ളവർക്ക് അയക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയുന്നില്ല. സ്തോത്രം. ബുക്കിന്റെ പേരാണ് വിശ്വാസിയുമായുള്ള ക്രിസ്തുവിന്റെ ബന്ധങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ബിലീവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. ഇനി എന്തിനാണ് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട ആവശ്യകത? ഇതുകൂടെ ഒന്ന് പറയട്ടെ. ഇത് പറഞ്ഞാൽ ഇതിനകത്ത് ക്രിസ്തുവിൽ വസിക്കാൻ പറ്റുകയുള്ളൂ. നാം പാപികളായിരുന്നു. ക്രൂശിലെ യാഗത്താല് പാപം എന്ന ശക്തി നിർവീര്യമായി. അവര് വിശ്വസിക്കുന്നവർക്ക് ദൈവം എങ്ങനെ കണക്കിടുന്നത്? സൗജന്യമായി ജസ്റ്റിഫൈ ചെയ്തു. അടുത്തൊരു ആ മൂവ്മെന്റ് തുടങ്ങി. നമുക്ക് 3 ശത്രുക്കളാണുള്ളത്. ഒന്ന്, നമ്മളിൽ തന്നെ വസിക്കുന്ന ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവവചനത്തിന് കീഴ്പ്പെടാത്തതുമായ ജഡം, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് സിംപ്ലി ജഡം എന്ന ഒത്തിരി വാക്കുകൾ പലരും ഉപയോഗിച്ചതിനെ കുറിച്ച് മനസ്സിലാകാത്ത പലരും വശക്കെട്ട് പോയവരുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്ലഷ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്ലഷ്, അല്ലെങ്കിൽ ജഡം എന്ന് പറയുന്നത്. ഇത് എല്ലാ മനുഷ്യരിലും, രക്ഷിക്കപ്പെട്ടവരിലും, ശുശ്രൂഷകന്മാരിലും, എന്നിലുമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇൻഫ്ലുവൻസിന് നാം കീഴ്പ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ജയിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ഇന്റലക്റ്റിലേക്ക് തരുന്നതായ പ്രേരണകളെ നാം അനുസരിച്ചാൽ നമുക്കൊരു വിശുദ്ധ ജീവിതം, ഒരു ജയ ജീവിതം നയിക്കാം. അല്ലെങ്കിൽ ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ഈ ഫ്ലഷ് എന്ന സാധനം നമ്മളെ ഒതുക്കിക്കളയും, വീണ്ടും പാപത്തിന് അടിമകളാക്കും. ഇതുപോലെയാണ് ഇന്ന് പ്രമുഖരായ പല ഉപദേഷ്ടാക്കന്മാരും തെറ്റായിപ്പോയി. അല്പമായിട്ട് വന്ന പ്രേരണ മനസ്സിലാക്കിയില്ല. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപമൊക്കെ കടന്നു പോകുന്നു. കുറച്ച് ഫോറിൻ കറൻസി ഒക്കെ കിട്ടാൻ തുടങ്ങി, കുറച്ച് ഗൾഫ് യാത്രകളൊക്കെ തുടങ്ങിയപ്പോൾ അല്പമായിട്ടൊക്കെ കാല് സ്ലിപ്പായി. സ്തോത്രം. ഞെരുക്കമുള്ള പാത അല്പമായിട്ടൊന്ന് വിശാലതയിലേക്ക് പോയി. അടുത്ത ശത്രുവാണ് ദ കിങ്ഡം ഓഫ് സേറ്റാൻ. ഫസ്റ്റ് ദ ഫ്ലഷ്, അടുത്തതാണ് ദ കിങ്ഡം ഓഫ് സേറ്റാൻ. ഇതിനകത്ത് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികൾ, സ്വർലോക ദുഷ്ടാത്മസേനകൾ. ഇതിനെക്കുറിച്ചൊക്കെ ദേവദാസങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് വിവരിക്കാനുള്ള സമയം പോരാ. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികൾ, സ്വർലോക ദുഷ്ടാത്മസേനകൾ. അതിന്റെ മീതെയാണ് ക്രിസ്തുവിന് വസിക്കുന്ന ഒരു വ്യക്തി ഇരിക്കുന്നത്. നമ്മൾ എഫേസ്യരിൽ വായിച്ചു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും ശക്തിക്കും കർത്തൃത്വത്തിലും ഈ ലോകത്തിലും മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തമീതെ ക്രിസ്തുവിനോടുകൂടെ നാമമാണ്. അടുത്ത ശത്രുവാണ് ദ വേൾഡ്, ഈ ലോകം, കോസ്മോസിക് വേൾഡ്.
ഇതിന്റെ മൂന്നിന്റെയും ഇൻഫ്ലുവൻസ് ഏതൊരു ദൈവ പൈതലിന്റെയും പ്രാണനിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വരുന്നതിന് നമുക്ക് നിയന്ത്രണമില്ല. വന്നു കഴിഞ്ഞതിനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നമുക്ക് ഫ്രീ വില്ല് തീരുമാനമെടുക്കാം. ഇൻഫ്ലുവൻസ് വരും, എല്ലാവർക്കും വരും. ഒന്ന്, പരിശുദ്ധാത്മാവിലല്ലാത്ത നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ വിളിക്കുന്ന പേരാണ് ദ ഫ്ലഷ്. നമുക്ക് ശത്രുവാണ്. അത് ദൈവത്തോട് കീഴ്പ്പെടാത്തതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതും ദൈവത്തിനോട് ശത്രുത്വമുള്ളതാണ്. രണ്ട്, ദ കിങ്ഡം ഓഫ് സൈറ്റാൻ. അതിനകത്ത് വാഴ്ചകള്, അധികാരങ്ങള്, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികൾ, സ്വർലോക ദുഷ്ടാത്മ സേനകള്. അടുത്തതാണ് ദ വേൾഡ്. ഇതിനുള്ള ഇൻഫ്ലുവൻസ് നമ്മുടെ സോളിലേക്ക് വരുമ്പോൾ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് സാധ്യമല്ല. അതാണ് പാപയാഗം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നമുക്കൊരു ഓഫർ തരാണ്. പോള് 7-ാം അധ്യായം റോമൻസിൽ വിവരിക്കുന്നതാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എങ്ങനെ ഞാൻ ഈ മരണകരമായ ശരീരത്തിൽ രക്ഷ പ്രാപിക്കും? ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലത്, പക്ഷെ ഞാൻ ചെയ്യുന്നത് തിന്മ. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു ഒരു ഓഫർ തരികയാണ് മനുഷ്യനോട്. മനുഷ്യ, നിന്റെ സ്വഭാവം ഏതും തോട്ടം തുടങ്ങി ഇതാണ്. നീ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. നീ എന്തെല്ലാം പ്രവൃത്തിയിൽ കൂടെയും ഏതെല്ലാം കാര്യത്തിലൂടെ ദൈവത്തോട് സമീപിക്കുമ്പോൾ നിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷന് ചേഞ്ച് വന്ന് നീ സ്വയത്തെ ത്യജിക്കുകയും നിത്യജീവനായി ക്രിസ്തുവിൻ എന്നെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചാൽ, ഞാൻ മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവരായിരുന്നതുപോലെ നിന്നെയും ഞാൻ അനുസരണമുള്ള ഒരു വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കാം. ഇതിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റോസ്, ക്രൈസ്റ്റ്, അനോയിന്റഡ് വൺ. ഇതാണ് ക്രിസ്തുവിന്റെ ഡ്യൂട്ടി. ഇത് വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്ന സ്ഥലമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ, അപ്പൊ ആകർഷിക്കുന്ന ആരാണ്? പിതാവ്. എന്റെ അടുക്കൽ വരുവാൻ ആർക്കും സാധ്യമല്ല, പുത്രൻ. ഇതെങ്ങനെ ആകർഷിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഏജന്റാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 16:8 തുടങ്ങിയുള്ള വാക്യങ്ങള്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. മനസ്സിലായല്ലോ? പിതാവ് ആകർഷിക്കുന്നു പുത്രന്റെ അടുത്തേക്ക്. പരിശുദ്ധാത്മാവ് ഒന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന നാം നമ്മുടെ പ്രാണനിലെടുക്കുന്ന അൾട്ടിമേറ്റ് ഇന്റൻഷൻ, എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വന്നു, എനിക്ക് അതിന്റെ കോൺസിക്വൻസിന് ന്യായവിധിയെക്കുറിച്ച് ബോധം വന്നു, നിത്യമായ മരണം. ഇത് ഞാൻ എൻ്റെ സോളിൽ അനുഭവിക്കാത്തോടത്തോളം ഞാൻ മാനസാന്തരപ്പെടാൻ തയ്യാറാവില്ല. ഇത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഇതിനെ വിവരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് അല്പം കൂടെ ചിന്തിക്കാം, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നിരിക്കലും ഞാൻ പെട്ടെന്ന് മലാക്കിയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. മലാക്കി ചാപ്റ്റർ 3 വരണം. മലാക്കിയുടെ പുസ്തകം ചാപ്റ്റർ 3 ഞാൻ പെട്ടെന്ന് ഒന്ന് വിവരിച്ച് നമുക്ക് സമാപ്തിയിലേക്ക് പോകാം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടത് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇത് അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടത്, അതായത് ഫിസിക്കലായിട്ട് മസിഹ, ഇസ്രായേൽ കാത്തിരുന്നായിട്ടുള്ള രക്ഷകൻ മസിഹ അല്ലെങ്കിൽ യേശു വെളിപ്പെടേണ്ടത്, ക്രിസ്തു വെളിപ്പെടേണ്ടതിന് മുന്നോടിയായിട്ട് സ്നാപക യോഹന്നാനെ അഴിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ യോഹന്നാൻ വന്ന് ചെയ്തത് എന്താണെന്ന് യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. നിങ്ങൾ ഉറക്കം വരുന്നവരൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തുടങ്ങിയത് വായിക്കുകയാണ്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നു വരണം. പാപത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്നവര്, ശത്രുവിന്റെ പീഡനത്തിൽ കിടക്കുന്നവര്, താഴ്വര എങ്ങോട്ട് വരണം? നികന്നു വരണം. എല്ലാ മലയും കുന്നും താണു വരണം.
മനുഷ്യനുള്ള സ്വഭാവങ്ങളെ വിളിച്ചു പറയുന്നത്. എന്നെ കൊണ്ട് ഒന്നിനും സാധ്യമല്ല, ഞാൻ അടിമപ്പെട്ട് കിടക്കാം. യോഹന്നാനും പത്രോസും കൂടെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുടന്തനാൻ, അവന് കഴിഞ്ഞ് തീർന്നു, നീ പണി നടക്കില്ല. നാളുകളായിട്ട് പത്രോസ് യാക്കോബും യോഹന്നാനും കാണുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ക്രിസ്തു വസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ. അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി നടന്നു. അപ്പൊ അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ താഴ്വരകൾ നികന്നു വരണം. ആര് വരാനാ? ക്രിസ്തു വരണമെങ്കിൽ എല്ലാ മലയും കുന്നും താഴ്ന്നു വരണം. ഉന്നത പാപങ്ങളൊക്കെ താഴ്ന്നു വരണം. ഞാൻ ഇന്ന കുടുംബത്തില്, ഞാൻ ഇന്ന വംശത്തില്, ഞാൻ ഇന്ന വിദ്യാഭ്യാസം, ഇന്നത്, ഇതൊന്നും കൃപയ്ക്ക് ആവശ്യമില്ല. എല്ലാവിധത്തിലുള്ള കുന്നും മലയും താണു വരണം. വളഞ്ഞതൊക്കെയും ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. ക്രൂക്കഡ് വേയില് the crooked shall be made straight. ക്രൂക്കഡ് വേയിലുള്ള സംസാരം അകത്തൊന്ന് ഇരിക്കുക, പുറമെ മറ്റൊന്ന് പറയുക. ഹൃദയത്തിൽ ആഗ്രഹം ഒന്ന് മറ്റൊന്ന് വരും. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയത്തിൽ ആഗ്രഹം നടക്കുന്ന ഡിവൈൻ ലോ പറയും, നിന്റെ മേലുള്ള മരണവിധിയാണ്, നിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ നിന്റെ സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇത് മനുഷ്യനല്ല നോക്കുന്നത്, ദൈവമാണ് നോക്കുന്നത്. ഡിവൈൻ ലോ ആണ് നോക്കുന്നത്. നിന്റെ ദൈവത്തുള്ള സമീപനം നിന്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണോ, അല്ലെങ്കിൽ ദൈവഗീതം അനുസരിക്കാനാണോ? ക്രൂക്കഡ് വേയിൽ ദൈവത്തോട് സമീപിക്കുന്നതൊക്കെയാണ് സ്ട്രേറ്റ് ആവണം. ഇതാ യോഹന്നാന്റെ ശുശ്രൂഷ. ഈ കാര്യങ്ങൾ ശരിയായാൽ യഹോവയുടെ മഹത്വം വെളിപ്പെടും, ക്രിസ്തു വെളിപ്പെടും. ഈ വെളിപ്പെടുക എന്ന് പറഞ്ഞ വാക്കില് അനേകർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാര്യങ്ങൾ മാറിക്കിട്ടുക, സ്തോത്രം. അല്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുക. ശരിയാണത്, തെറ്റൊന്നുമില്ല. എന്നാൽ യഥാർത്ഥത്തില് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തി നിന്നിൽ വെളിപ്പെടുക, ക്രിസ്തു തന്നെ വെളിപ്പെടുക. എവിടെ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. കണ്ടീഷൻ എന്താ? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പൊ നമ്മുടെ നേച്ചർ, പരിശുദ്ധാത്മാവിനെ കൂടാതെ നേച്ചർ എന്ന് പറഞ്ഞ എന്താണ്? ദൈവത്തോട് ശത്രുത്വമുള്ളത്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തത്. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളിൽ ആര് വെളിപ്പെടണം? ക്രിസ്തു വെളിപ്പെടണം. ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി തന്നെ വെളിപ്പെടണം. ഇതാണ് പോള് ഫിലിപ്പിയിലെ 3-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം തലയ്ക്കകത്ത് കയറി ചീർക്കുവാനല്ല, താഴ്ന്ന് എല്ലാം ചപ്പും ചവറന്ന് ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ നേടണം. അവന്റെ പുനരുദ്ധാന ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. ഇത് അനുഭവിക്കുന്നവരാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-23 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവരാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ദൈവസഭ. ഇതിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. അതിനെന്താ വേണ്ടത്? എല്ലാ താഴ്വരി വരണം, ഉയർന്നു വരണം, സമനിലയ്ക്ക് വരണം, എല്ലാ മലയും കുന്നും താഴണം. ക്രൂക്കഡ് വേ ദൈവത്തിനടുത്ത് നടക്കില്ല. ഇതെല്ലാം ക്ലിയർ ആകുമ്പോൾ, ഇതാണ് സുവിശേഷം പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്നത്. ഇതെല്ലാം ക്ലിയർ ആയാൽ ഉയർത്തെഴുന്നവരാണ് ക്രിസ്തു നിന്നിൽ വെളിപ്പെടും. ഇതാണ് ഈ മന്ന ഭക്ഷിക്കുന്ന രീതി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ ശരീരം എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാത്തതിന് എന്റെ ഉള്ളിൽ നിത്യജീവനില്ല. കത്തോലിക്കിൽ അതിനെ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ അല്ലെങ്കിൽ വസ്തുമാറ്റം എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നതിന് പള്ളിയിൽ അച്ഛൻ കമാൻഡ് കൊടുക്കുകയാണ് ഈ അപ്പത്തിലേക്ക് ആവഹിക്കാൻ. ആവഹിക്കുന്ന മന്ത്രവാദിയ, അതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ അല്ലെങ്കിൽ വസ്തുമാറ്റം. അതിന്റെ കീറി മുറിക്കുക. എന്താ? യേശുവിന്റെ ശരീരത്തെ കീറി മുറിച്ച് ജനത്തിന് കൊടുക്കുക. മണ്ടത്തരം. കേരളത്തിൽ തന്നെ എത്ര ക്രിസ്തീയ സഭകൾ ഉണ്ടായിരിക്കും? മതവിഭാഗങ്ങളുണ്ട്. ഓൾ ഓവർ ദ വേൾഡ് എത്രയുണ്ട്? എത്ര കുർബാനകൾ ഒരു ദിവസം നടക്കും?
എത്ര പ്രാവശ്യമാണ് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്, കീറിമുറിക്കുന്നത്? ഈ മന്ന ഭക്ഷിക്കുക അല്ലെങ്കിൽ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും പറഞ്ഞാൽ ഈ പ്രോസസ്സാണ്. നിനക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിന്നിലുള്ള താഴ്ന്ന അവസ്ഥകളെ, നിന്നിലുള്ള ഉയർച്ചകളെ, താഴ്ചകള്, നിന്നുള്ള ക്രുക്കഡ് വേ നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ നിനക്ക് നിന്റെ ഇന്റലക്റ്റിന് മനസ്സിലാകുന്ന മനുഷ്യ, നീ പാപി, മരണയോഗ്യൻ, അയ്യോ എന്നെ യഹോവേ എന്നെ രക്ഷിക്കണേ. ദേവദാസകത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോഴാണ് നീ ഇടുക്കുമ്പോൾ ഈ വാതിലേക്ക് വരുന്നത്. എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്യും. ഇതൊക്കെ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാ. ഇടത്തോട്ട് നോക്കിയാൽ വഴിയില്ല, വലത്തോട്ട് നോക്കിയാൽ വഴിയില്ല, മുന്നോട്ട് പോകാൻ വഴിയില്ല, പുറകോട്ടില്ല, എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് സ്തോത്രം ഈ തീയങ്ങ് കത്തിക്കാൻ തുടങ്ങും. എന്നാൽ അവന് വരുന്ന ദൈവം സ്റ്റാർ സഹിക്കും, അവന് പ്രത്യക്ഷനാകും, വാർ നിലനിൽക്കും. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയായിരിക്കും. ഈ ഗോൾഡ് പ്യൂരിഫൈ ചെയ്യുന്ന 2-3 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോളൈസിസ്, മറ്റൊന്നാണ് ആസിഡ് ഉപയോഗിച്ചുകൊണ്ട്, മറ്റൊന്നാണ് തീരെ ചൂട് കൂട്ടിക്കൊണ്ട്. അതിനകത്തുള്ള മേജർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ലെഡ്, അയൺ, കോപ്പർ, ബ്രാസ്, ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇതിന് ഓരോന്നിനും മെൽറ്റിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണ്. അതുപോലെ ഇതിന് ഓരോന്നിനും ഡിസോൾവ് ആവുന്ന കെമിക്കൽസും ഡിഫറെന്റ് ആണ്. ഇത് രണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. ഊതിക്കഴിക്കുന്നവന്റെ തീ, അലക്കുകാരന്റെ ചാരവളം എന്ന് പറഞ്ഞാൽ ആസിഡ്. ഇതിലേക്ക് അങ്ങ് ഇടും. ഇതിലേക്ക് ഇടുമ്പോൾ നിന്നിലുള്ള അഴുക്ക് വ്യക്തമായിട്ട് കാണാം. അത് നീ തന്നെ ഉപേക്ഷിക്കണം, കാരണം നീ തന്നെയാണ് സ്വീകരിച്ചത്. കർത്താവ് പറഞ്ഞതാണ്, ഒരുവൻ എന്നെ അനുഗമിച്ചാൽ തന്നെത്താനെ ത്യജിക്കണം. യു ഹാവ് ടു ഡു യുവർ ഓൺ. ഇത്രയും വലിയവനായ ദൈവത്തെ, ഇത്രയും മഹത്വമുള്ളവനായ ദൈവത്തെ, ഉളവാകട്ടേത് ഉളവായപ്പോൾ സകലത്തെ ഉളവാക്കിയവനായ ദൈവത്തെ നിനക്ക് തന്നിരിക്കുന്ന നാച്ചുറൽ എബിലിറ്റി കൊണ്ട് നീ ത്യജിച്ചു കളഞ്ഞ് നീ സ്വീകരിച്ചതാണ് നിന്റെ സെൽഫ്. അതേ നാച്ചുറൽ എബിലിറ്റി കൊണ്ട് നിനക്ക് ഇപ്പോൾ നിന്റെ സെൽഫ് ഡിസയേഴ്സ് വെളിപ്പെടുമ്പോൾ, നിന്റെ ഇന്റലക്റ്റിന് മനസ്സിലാകുന്ന വിധത്തിൽ വെളിപ്പെടുമ്പോൾ, അത് താഴ്വരയാണോ മലയും കുന്നുമാണോ, ക്രുക്കഡ് വേള ഉപയോഗിച്ചിട്ടുണ്ടോ ജോലി പ്രവേശിക്കാൻ, വിദേശ രാജ്യങ്ങളിൽ പോകാൻ, അല്ലെങ്കിൽ ദൈവത്തോട് സമീപിക്കുമ്പോൾ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ് നിനക്ക് വെളിപ്പെടുത്തുന്നത്. ദിസ് ഈസ് ദ ടൈം. റിനൗൺസ് നൗ. ചേഞ്ച് യുവർ അൾട്ടിമേറ്റ് ഇന്റൻഷൻ. Then receive, replace Christ there. Dethrone yourself and enthrone Christ in you. അപ്പോൾ മാത്രം നിന്റെ ഹൃദയത്തിൽ സെൽഫ് ഉള്ളിടത്തോളം ഉയർത്തെന്നവരാണ് ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വാഴുന്ന ചീഞ്ഞളിந்த സെൽഫുമായിട്ട് തന്റെ സിംഹാസനത്തെ ഷെയർ ചെയ്യുന്നവനല്ല. He never share. അവൻ പരിശുദ്ധൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് യോഹന്നാൻ വന്ന് മശിയയ്ക്ക് വേണ്ടി വഴിയൊരുക്കിയതുപോലെ നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉയർത്തെന്ന പോലെ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി വെളിപ്പെടേണ്ടതിന് നിനക്ക് അല്പസമയം ഒരു ഗത്സമനയുടെ അനുഭവം ഉണ്ടാകണം. പുനരുദ്ധാനം നടന്നപ്പോഴാ? ഗത്സമന കഴിഞ്ഞ്, ക്രൂശീകരണം കഴിഞ്ഞ്, അടക്കം കഴിഞ്ഞിട്ടാണ് പുനരുദ്ധാനം, ഉയർത്തെഴുന്നേൽപ്പ്. ഇതേപോലെ ഗത്സമന തോട്ടത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കും. അവിടെ നിനക്ക് കൂട്ടുകാരില്ല, ബന്ധുക്കളില്ല. യു ഹാവ് ടു ഫേസ് ദ ഡിവൈൻ ജസ്റ്റിസ് യുവർ ഓൺ. നിന്റെ സെൽഫിനെ നീ ക്രൂശിച്ച്, നിന്റെ സെൽഫിനെ നീ അടക്കം ചെയ്ത് കഴിയുമ്പോൾ നിന്നിൽ പുനരുദ്ധാനം നടക്കും. അതുവരെയും ഈ തീ കത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് കഷ്ടത എന്ന് പറയുന്നത്. നിന്നെ നശിപ്പിക്കുവാനല്ല. പൊന്നൊരുക്കുന്ന സ്വർണ്ണപ്പണിക്കാരൻ ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. പൊന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അവന്റെ ആവശ്യം എന്താ? അതിനകത്തുള്ള കിട്ടം മാറ്റണം. നിന്നിലാവുന്ന സെൽഫിനെ അതാത് റിലേഷനിൽ, ഇപ്പൊ ഞാൻ പാപത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. നിന്നിലുള്ള പാപത്തെ, അതിന്റെ കോൺസിക്വൻസ് നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ യു ഹാവ് ടു ഡു, യു ഹാവ് ദ നാച്ചുറൽ എബിലിറ്റി. ആ നാച്ചുറൽ എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ നീ ത്യജിച്ചു കളഞ്ഞത്. നൗ യു ഹാവ് ദ എബിലിറ്റി ടു റിനൗൺസ് യുവർ സെൽഫ്. നിന്റെ സ്വയത്തെ എന്നേക്കുമായിട്ട് ത്യജിക്കുവാനും അവിടെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാനുള്ള നാച്ചുറൽ എബിലിറ്റി നിന്നിൽ നിക്ഷിപ്തമാണ്. യൂട്ടിലൈസ് ദാറ്റ്. ദിസ് ഈസ് യുവർ ഡ്യൂട്ടി. ഇങ്ങനെയാണ് പാപം മറയ്ക്കപ്പെടുന്നത്. അപ്പോൾ ദാവീദിനെ പോലെ നിങ്ങൾക്ക് പറയാം,
ബേർശയുടെ വിഷയത്തിലാണല്ലോ 32 സങ്കീർത്തനം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിത്യമായ ഞരക്കത്താൽ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു, അസ്ഥികൾ എന്താ പിടിച്ചു, ബോൺമാരെ പിടിച്ച പോലെയായി. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നാഥാൻ പ്രവാചകൻ അയക്കുന്നത് ഒരു കഥ പറഞ്ഞ്, നീ തന്നെയാ പാപി. ഉടനെ അവൻ പറയുന്നത് എന്താ? ഞാൻ യഹോവയോട് പാപം ചെയ്തു. ഉടനെ നാഥൻ പറഞ്ഞത് എന്താ? ദൈവം നിന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതാ പ്രോസസ്. ഇഫ് യു അബൈഡ് ഇൻ ക്രൈസ്റ്റ് യുവർ സിൻ വിൽ ബി കവേർഡ്. അല്ല, ഇനി ദൈവം, നിങ്ങൾ പലരും പറഞ്ഞതുപോലെ ദൈവം പാപം ക്ഷമിച്ചാൽ എന്തുണ്ടാവും? എന്തിനാ പിന്നെ അറ്റോൺമെന്റിന്റെ ആവശ്യം? ദൈവരാജ്യത്തിനകത്ത് ഞാൻ ഈ നമ്മുടെ ഹ്യൂമൻ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, 2 വീലേഴ്സിന്റെ കാര്യം. ഇതുപോലെ തെറ്റ് ചെയ്താലും ക്ഷമിക്കുമല്ലോ. ദൈവത്തോട് പാപം ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ. പാപം യാഗമായി തീർന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വെച്ചു. കർത്താവേ എന്നോട് ക്ഷമിച്ചേക്കണേ, എന്റെ ബലഹീനതയ്ക്ക് മീതെ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞേക്കണം. വാക്യമുണ്ട്. എന്താവും? വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യും, വീണ്ടും വീണ്ടും ക്ഷമ ചോദിക്കും. ദൈവം പാപം ക്ഷമിക്കുന്നു എന്നുള്ള ചെറിയ മിഥ്യാധാരണ ഉണ്ടാവും. ഇങ്ങനെ എന്തുണ്ടാവും? ദൈവരാജ്യത്തിനകത്ത് തെറ്റ് ചെയ്താലും പാപക്ഷമ ചോദിച്ചാൽ മതി, ദൈവം പാപം ക്ഷമിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണ കടന്നു വരും. ഇത് കടന്നു വന്ന എവിടെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം കമ്മ്യൂണിറ്റി പഠിപ്പിക്കുന്നതാണ്. ദൈവം കരുണാസമ്പന്നനാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഖുർആനിനകത്ത് അവര് പറയുന്ന അള്ളയ്ക്ക് ബൈബിളിലെ ദൈവമല്ല അള്ള എന്ന് പറയുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞ മൂവി കാണുമ്പോൾ ഡോക്ടർ ജെയിംസ് സ്മിത്തിന്റെ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അൽ റഹ്മാൻ, അൽ റഹീം, അൽ ബുഗർ എന്നങ്ങനെ പേരുണ്ട്. 3 പേരുകളാണ് പ്രധാനപ്പെട്ടത്. കരുണയുള്ളവൻ, കൃപയുള്ളവൻ, സ്നേഹമുള്ളവൻ. ഇന്ന് 3 ക്വാളിറ്റികളാണ് പറയുന്നത്. അതിൽ അവൻ അങ്ങ് ക്ഷമിക്കും. നോ, ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്താത്തോടത്തോളം ഒരുവന്റെ പാപം ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. ക്ഷമിച്ചാൽ പിന്നെ അവൻ ദൈവമല്ല. കാരണം അവൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ വ്യവസ്ഥയ്ക്ക്, നിയമത്തിന് ഭേദഗതി വരുത്തുകയില്ല. ആ നിയമത്തിന് പാപം ചെയ്ത് ദേഹി മരിക്കണം എന്ന നിയമത്തിന് ഇളവ് ചെയ്താലോ, ആ നിയമത്തെ അവൻ മാറ്റിയാലോ അവന് മാറ്റം സംഭവിച്ചു, പിന്നെ അവൻ ദൈവമല്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രയും സീരിയസ് ആണ് ഈ പാപവുമായിട്ടുള്ള ഡീലിങ്സ്. ഇന്ന് പെന്തിക്കോസിനകത്ത് പോലും എന്തെല്ലാം തെറ്റ് ചെയ്താലും, എന്തെല്ലാം പഠിപ്പിച്ചാലും, എന്തെല്ലാം വ്യാജ പ്രവൃത്തികൾ കാണിച്ചാലും, ദുഷ്ടാത്മാക്കളുമായിട്ട് പരസംഗം ചെയ്ത് എന്തെല്ലാം വിധത്തില് വിശ്വാസികളെ പോലും തെറ്റിച്ചാലും ഭയമില്ല. സ്നേഹത്തിന് ഭയത്തെ പുറത്താക്കി കളയുക. ഭയമില്ല. പിന്നെ എന്താ പറയാ, മനസ്സാക്ഷി കഠിനപ്പെട്ടു പോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ പാറപ്പുറത്ത് മഴത്തുള്ളി വീഴുന്നത് പോലെയാ. സ്തോത്രം. അപ്പൊ ഞാൻ ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്, ക്രിസ്തുമായിട്ടുള്ള വിശ്വാസിയുടെ റിലേഷനിൽ പാപം എങ്ങനെ ക്ഷമിക്കപ്പെടുന്നു, അതാണ് യേശു എന്ന പേരിന്റെ അർത്ഥം. മത്തായി സുവിശേഷം 1-21 വാക്യത്തില് അവന്റെ ഒരു ഓഫീസിന്റെ പേരാണ്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പൊ യേശുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവന്റെ സിംഹാസനത്തിന്റെ ചെങ്കോല നിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ച് നിന്നിലും നിന്നിൽ കൂടെ അവൻ ഭരണം നടത്തുമ്പോൾ നിനക്ക് വരുന്ന ഈ 3 ശത്രുക്കളിൽ നിന്ന്, ഫ്ലഷ്, ദ കിങ്ഡം ഓഫ് സേറ്റൻ, ദ വേൾഡ്, ഇതിൽ നിന്നും വരുന്ന 3 ഇൻഫ്ലുവൻസുകളെ ഓവർകം ചെയ്യുവാൻ അവൻ നിന്നെ സഹായിച്ച് പാപം ചെയ്യാതെ നിന്നെ സൂക്ഷിക്കുന്നതാണ് യേശു. പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിന് കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശു നിന്നിൽ വസിക്കുന്നില്ലെങ്കിൽ, നരകത്തിൽ നിന്ന് യേശുവിനെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ഞാൻ പറയുന്ന വാക്കുകൾ കുറച്ച് കഠിനമായിട്ട് നിങ്ങൾക്ക് തോന്നും. സ്തോത്രം. പാപത്തിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ യേശു നിന്നിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും നീ അതിന് കീഴ്പ്പെട്ട് ദൈവഹിതം ചെയ്യുന്നില്ലെങ്കിൽ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിപ്പാൻ യേശുവിന് സാധ്യമല്ല. ഡിവൈൻ ജസ്റ്റിസ് അത് അനുവദിക്കുകയില്ല. അതായത് ഇതിന്റെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്, നീ ഈ ശരീരത്തിൽ വസിക്കുവോളം മാത്രമേ ഉള്ളൂ. ഈ ശരീരം വിട്ട് അതിന് ഒരു പ്രവൃത്തി കൊണ്ട് സാധ്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം ക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. വീണ്ടും ആ കൃപാസനത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാ. സ്തോത്രം. നിയമപ്പെട്ടകം എപ്പോഴും
മരണശിക്ഷ വിധിക്കുമ്പോൾ അതിനെ മറയ്ക്കുന്ന കൃപാസനം, അതായത് ക്രിസ്തുവിന്റെ യാഗം, ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തു, നീ അവൻ നിന്റെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിച്ച് അവനുമായിട്ട് അനുസരണത്തിൽ നിരന്നു പോയാൽ കൃപമേൽ കൃപ പ്രാപിച്ച് കൃപമേൽ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും. ഇതിനെയാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയങ്ങള്. പുത്രനോട് അനുരൂപരായി തീരുക, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക, ഇതെല്ലാം പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അതാണ്. ഇതാണ് അതിന്റെ ഒരു വേ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് പാപം എന്നൊരു വിഷയത്തെ കുറിച്ചുള്ള ഇതേപോലെ 100 കണക്കിന് റിലേഷൻസ് ക്രിസ്തുവുമായിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും തികവ് പ്രാപിപ്പാനുള്ള ഒരു ഉപദേശം ബൈബിളിലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുകയും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതായ സെൽഫിന്, എല്ലാം ഒരുമിച്ചല്ല. ഇപ്പൊ പാപത്തെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു. പാപം ഇതിന്റെ കോൺസിക്വൻസ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഇതിന്റെ ഏക സൊല്യൂഷൻ ആ യാഗപീഠത്തിലേക്ക്, കാൽവരി ക്രൂശ് എന്ന യാഗപീഠത്തിലേക്ക് നിന്നെ ആകർഷിക്കുകയാണ്. നിനക്ക് നല്ല മനസ്സോടെ വേണമെങ്കിൽ സ്വീകരിക്കാം, നിർബന്ധമില്ല. മോറൽ ലോയിൽ നിർബന്ധമില്ല, ഫിസിക്കൽ ലോയിലാണ് നിർബന്ധം. ഇതാണ് പെന്തിക്കോസ്തിലെ പാസ്റ്റർമാരുടെ മക്കൾ പോലും, ദേവദാസൻ പറഞ്ഞല്ലോ, പാസ്റ്റർമാരുടെ മക്കൾ പോലും പെന്തിക്കോസ്തിലെ തലമുറ പോലും തെറ്റിപ്പോകുന്നത് കൊണ്ടാ നിർബന്ധിക്കുകയാണ്, നിർബന്ധിച്ച് വെള്ളത്തിൽ മുക്കുകയാണ്, നിർബന്ധിച്ച് മൊറാലിറ്റി പഠിപ്പിക്കുകയാണ്. അത് ധരിക്കരുത്, ഇത് ധരിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ലീഗലിസം പറയാണ്, അത് ചെയ്യണം, ഇത് ചെയ്യണം. നോ, ലോ ലീഗലിസത്തിലുള്ളതല്ല, മൊറാലിറ്റിയിലുള്ളതല്ല, സ്വമനസ്സാല ചെയ്യുന്ന കാര്യമാണ്. ഇതുപോലെ അനേക റിലേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികളുമായിട്ടുള്ള ക്രിസ്തുവിന്റെ ബന്ധങ്ങൾ ഒരു പുസ്തകമുണ്ട്. സ്തോത്രം, നിങ്ങൾക്ക് അത് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. ദേവദാസനുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുക്കുകയാണ്. നിങ്ങൾ കമന്റ്സിൽ ടെലിഫോൺ നമ്പർ എഴുതല്ലേ, ഒത്തിരി പേര് കമന്റ് അടിക്കുന്ന ഒരു സൈറ്റാണത്. നിങ്ങൾ ദേവദാസനുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് PDF വായിക്കാൻ താല്പര്യമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. ദൈവമേ കർത്താവ് ഈ വചനം നിങ്ങൾ ശക്തീകരിക്കട്ടെ. ഞാൻ ഇതിന്റെ ഒരു ഔട്ട്ലൈനെ പറഞ്ഞോളൂ. ഇതിന്റെ ഡീപ്പായിട്ട് പല കാര്യങ്ങളുണ്ട്. നമ്മുടെ സോളിന്റെ നേച്ചർ എന്താണ്, എങ്ങനെയാണ് ഈ പുനരുദ്ധാന ശക്തി നമ്മൾ വെളിപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെയാണ് യേശു ക്രിസ്തു ഉയർത്തെന്നതിന് ശേഷം ആരും വിശ്വസിച്ചില്ല. മഗ്ദലേക്കാരി മറിയം സുവിശേഷം പറഞ്ഞത്. സ്തോത്രം, അതുകൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്താം. മത്തായി സുവിശേഷം 28-ാം അധ്യായം വായിക്കുന്നില്ല. അവിടെ കാവൽക്കാരുണ്ട്, ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ അന്വേഷിച്ചുകൊണ്ട് പോകുന്ന സഹോദരിമാരുണ്ട്. 2 ഗ്രൂപ്പ് ആൾക്കാരാ. കല്ലറയുടെ മുമ്പിലാണ്. ഇവൻ ഒരു കാരണവശാലും പുറത്തു വരരുതെന്ന് പറഞ്ഞ് റോമന്റെ സീലടിച്ച് അതിനെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാവൽക്കാര്. മറ്റ് ഒരു കൂട്ടം സഹോദരിമാര് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒന്ന് കാണണം എന്ന ആഗ്രഹത്തോടു കൂടെ പോവുകയാണ്. ദൂതൻ കടന്നു വന്നിട്ട് സ്ത്രീകളോട് പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് മരിച്ചവരിൽ അന്വേഷിക്കുന്നത്, നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവരായ യേശുവിനെ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൂതൻ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം, അവൻ മരിച്ചവരിൽ ഉയർത്തെന്ന് വെച്ചു മുൻപേ പറഞ്ഞതുപോലെ ഗലീലയിൽ വെച്ച് കാണുമെന്ന് അവന്റെ ശിഷ്യന്മാരോട് പോയി അറിയിപ്പി സത്വാർത്ത കൊടുത്തു. ഭയത്തോടും സന്തോഷത്തോടും കൂടെ സഹോദരിമാര് ദൂതറിയിക്കാൻ പോകുന്ന സമയത്ത് യേശു അവർക്ക് വെളിപ്പെട്ടു. അവരോട് ദൂതൻ പറഞ്ഞ അതേ കാര്യം തന്നെ ദൂത് കൊടുത്തു. അവർ സന്തോഷത്തോടെ കൂടെ പോവുകയാണ്. അതേ കല്ലറയുടെ മുമ്പിൽ കാവൽ നിന്ന കാവൽക്കാരും ഇതെല്ലാം കേട്ടു, സംഭവിച്ചതെല്ലാം കേട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ടു, ദൂതം വന്നതും സഹോദരിമാര് വന്നതും ഇതെല്ലാം കണ്ടിട്ട് നേരെ മഹാപുരോഹിതന്മാരുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോ മഹാപുരോഹിതന്മാരെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ വന്ന് കട്ടുകൊണ്ടുപോയെന്ന് നിങ്ങൾ പറഞ്ഞു. വിഷയം അധികാരികളുടെ മുമ്പിൽ ചെന്ന് ഞങ്ങൾ പറഞ്ഞ് സമാധിപ്പിച്ചോളം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടുവോളം പണം കൊടുത്തു. ഇന്ന് ഇതേപോലെ ഒരേ കല്ലറയുടെ മുമ്പിൽ നിന്ന് തന്നെ തങ്ങൾക്ക് വേണ്ടുന്ന സ്ഥാനമാനങ്ങൾ, സംഘടനാ താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, ധനമോഹങ്ങൾ ഇതെല്ലാം വേണ്ടുവോളം വാങ്ങി ഇതേ ക്രൂശിന്റെ വചനം അറിഞ്ഞവർ തന്നെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വചനം അറിഞ്ഞവരും അനുഭവിച്ചവർ തന്നെ തങ്ങൾക്ക് വേണ്ടുവോളം കിട്ടുന്നത് വാങ്ങി അതേ കല്ലറയുടെ മുമ്പിൽ നിന്ന് തന്നെ തെറ്റായ സുവിശേഷം പറയാണ്. എന്താ? കട്ടുകൊണ്ടുപോയി, കള്ളം പറഞ്ഞു വരുത്തുക. അതേ കല്ലറയുടെ മുമ്പിൽ തന്നെ ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിനെ അന്വേഷിച്ചു വന്ന സഹോദരിമാരുടെ ഹൃദയം അറിഞ്ഞവനെ ദൂതനും
യേശു അതേ ദൂത് കൊടുത്തു. അവര് ശിഷ്യന്മാരുടെ അടുത്ത് പോയി. അവര് പറഞ്ഞു, അവര് വിശ്വസിച്ചോ? ആരും വിശ്വസിച്ചില്ല. അവരോട് യേശു എങ്ങനെയാണ് ഡീൽ ചെയ്തത്? എമ്മാവസിലേക്ക് പോയവരോട് എങ്ങനെ ഡീൽ ചെയ്തു? പത്രോസ് യാക്കോബിനോട്, യോഹന്നാനോട് എങ്ങനെ ഡീൽ ചെയ്തു? തോമസിനോട് എങ്ങനെ ഡീൽ ചെയ്തു? ഇത് ശരിക്കും നമ്മൾ പഠിച്ചാലേ നമ്മളോട് വ്യക്തിപരമായിട്ട് കർത്താവ് എങ്ങനെയാണ് ഇടപെടുന്നത്, എങ്ങനെ എനിക്ക് അവന്റെ പുനരുദ്ധാന ശക്തി അനുഭവിച്ചറിയാം, എങ്ങനെ എനിക്ക് മന്ന ഭക്ഷിക്കാം, എങ്ങനെ എനിക്ക് ശരീര രക്തവും പാനം ചെയ്യാം, ഇത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ദൈവം കൃപ ചെയ്താൽ ഇനിയൊരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ ദൈവം കൃപ ചെയ്യട്ടെ. ദേവദാസ് നിങ്ങളതിൽ പഠിപ്പിക്കും. നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിച്ചിട്ട് സമാപ്തിയിലേക്ക് വരാം.